അപ്പോൾ നമ്മൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനും oxidative phosphorylation introduction നോക്കിയിരുന്നു. And in last class we had discussed that the complete oxidative decarboxylation of carbohydrates or fatty acids or amino acids can result in the formation of CO2 and H2 എന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഈ കൺവേർഷൻ നടക്കുമ്പം ഈ കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റി ആസിഡ്സും അമിനോ ആസിഡ്സും ഒക്കെ ബ്രേക്ക് അവരുടെ ഒരു കോമൺ പാത്വേ ആണ് TCA സൈക്കിൾ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് CO2 H2 ഒക്കെ റിലീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ NAD+, NADH+H+ ആവും, FADH2 ആവും. ഇവർ റിഡക്റ്റൻസ് ആണ്. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. NADHും FADH2 റിഡക്റ്റൻസ് ആണ്. അവരുടെ കയ്യിൽ ഇലക്ട്രോൺസ് ഉണ്ട്. ആൻഡ് ദി ഇലക്ട്രോൺസ് ഫ്രം NADH ആൻഡ് FADH2 പാസസ് ത്രൂ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. അപ്പോൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ കൂടെ കടക്കുക എന്ന് പറഞ്ഞാൽ NADH ഓർ FADH2 വിൽ ഡൊണേറ്റ് ഇറ്റ്സ് ഇലക്ട്രോൺ ടു സം ഇലക്ട്രോൺ കാരിയർ. അങ്ങനെ ഡൊണേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ദിസ് വിൽ ഓക്സിഡൈസ് ടു NAD+ ആൻഡ് FAD അല്ലേ. അപ്പോൾ ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ വഴിയാണ് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പല കാരിയേഴ്സിൽ കൈമാറി ഇലക്ട്രോൺസ് പാസ് ചെയ്ത് ഫൈനലി അത് ഓക്സിജനിലേക്ക് എത്തും. ഓക്സിജനിലേക്ക് എത്തുമ്പം ഓക്സിജൻ ഈസ് റെഡ്യൂസ് ടു ഗിവ് വാട്ടർ. മനസ്സിലായോ? അപ്പോൾ ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്യുകയും CO2 റിലീസ് ചെയ്യുകയും ചെയ്യും. ഈ മൊത്തം പ്രോസസ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഓക്സിജൻ യൂട്ടിലൈസും ചെയ്യും, CO2 റിലീസ് ചെയ്യും. അപ്പോൾ അതാണ് റെസ്പിറേഷൻ നമ്മൾ പറയാറില്ലേ. അപ്പോൾ ഈ പ്രോസസ്സിൻ്റെ ഒപ്പം തന്നെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൻ്റെ ഈ പ്രോസസ്സിനൊപ്പം തന്നെ ADP ഈസ് ഫോസ്ഫോറിലേറ്റഡ് ടു ATP. ദിസ് ഹോൾ തിങ് ഇസ് കോൾഡ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൻ്റെ ഒപ്പം തന്നെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനും നടക്കുന്നു. വെച്ചാൽ ദർ ഇസ് ഓക്സിഡേഷൻ ഓഫ് these reductants and simultaneous formation of phosphorylation of ADP to ATP. So this is called electron transport chain and oxidative phosphorylation. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ റെസ്പിറേഷൻ, കാരണം മോളിക്കുലർ ഓക്സിജൻ യൂട്ടിലൈസും ചെയ്യുകയാണ്, CO2 റിലീസും ചെയ്യുവാണ്. സോ ദ ഇലക്ട്രോൺ ഡോണേഴ്സ്, ആ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലുള്ള ഇലക്ട്രോൺ ഡോണേഴ്സ് ക്യാൻ ഐദർ ബി ഓർഗാനിക് കോമ്പൗണ്ട്സ് ഓർ ഇൻഓർഗാനിക് വൺസ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ETC പഠിക്കും. ഇനി ഇലക്ട്രോൺസ് NADHൽ നിന്നോ FADH2വിൽ നിന്നോ പല കാരിയേഴ്സ് കൈമാറി ഫൈനലി ഓക്സിജനിലേക്ക് എത്തും എന്ന് ഞാൻ പറഞ്ഞു, ത്രൂ പ്രോട്ടീൻ കോംപ്ലക്സസ്. ഈ പ്രോട്ടീൻ കോംപ്ലക്സസ് ആണ് ETCയിലെ കമ്പണൻസ് എന്ന് പറയുന്നത്. ആൻഡ് വേർ ആർ ദീസ് ലൊക്കേറ്റഡ്? ദേ ആർ ലൊക്കേറ്റഡ് ഇൻ ദി ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ. അപ്പോൾ ഇതിങ്ങനെ ഇലക്ട്രോൺ ഒരു കാരിയറിൽ നിന്നും അടുത്ത കാരിയറിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പം വാട്ട് ഹാപ്പൻസ്? ദർ ഇസ് പമ്പിങ് ഓഫ് പ്രോട്ടോൺസ് ഔട്ട് ഓഫ് ദി മൈറ്റോകോൺഡ്രിയൽ മെട്രിക്സ്. അപ്പോൾ മൈറ്റോകോൺഡ്രിയയുടെ സ്ട്രക്ചർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അപ്പോൾ മെട്രിക്സിൽ നിന്നും ഇന്റർമെംബ്രെയിൻ സ്പേസിലേക്ക് ആര് പമ്പ് ചെയ്യപ്പെടും? പ്രോട്ടോൺസ് പമ്പ് ചെയ്യപ്പെടും. ഓക്കെ. അപ്പോൾ ഈ പമ്പിങ് കാരണം ദർ ഇസ് എ ഡിസ്റ്റർബൻസ് ഇൻ ദി pH ഗ്രേഡിയൻ. അപ്പോൾ ആദ്യം ഈ ദർ ഇസ് സം pH ഗ്രേഡിയൻ അക്രോസ് ദി മെംബ്രെയിൻ ദറ്റ് ഇസ് ഡിസ്റ്റർബ് ബിക്കോസ് ഓഫ് ദിസ് പമ്പിങ് ഓഫ് പ്രോട്ടോൺസ് ഔട്ട് ഓഫ് മൈറ്റോകോൺഡ്രിയൽ മെട്രിക്സ്. ആൻഡ് ഈ ഒരു അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് pH ഗ്രേഡിയൻ വാട്ട് ഇറ്റ് ലീഡ് ടു transmembrane electric potential and that in turn creates proton motive force. ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇത് ഈസി ആയിട്ട് മനസ്സിലാവും. ഇനി ഇങ്ങനെ പ്രോട്ടോൺസ് മെട്രിക്സിൽ നിന്നും ഇന്റർമെംബ്രെയിൻ സ്പേസിലേക്ക് പോയിട്ട് അത് തിരിച്ച്, മെട്രിക്സ് ആണല്ലോ അതിൻ്റെ ശരിക്കുള്ള സ്ഥലം, തിരിച്ചത് മെട്രിക്സിലേക്ക് വരുമ്പോഴാണ് ATP ജനറേറ്റ് ചെയ്യുന്നത്. ക്ലിയർ? എന്നുവെച്ചാൽ ADP ഈസ് ഫോസ്ഫോറിലേറ്റഡ് ടു ATP. സോ അത് ഒരു പിക്ടോറിയലായിട്ട് ഇവിടെ ഡെപ്പിക്റ്റ് ചെയ്തേക്കാണ്. ഇവിടെ ഇപ്പോൾ ഒരു പ്രോട്ടീനെ കാണിച്ചിട്ടുള്ളൂ. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ പല പ്രോട്ടീൻസ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രോൺസ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്ക് വാട്ട് ഹാപ്പൻസ്? പ്രോട്ടോൺസ് ആർ പമ്പ് ഫ്രം മെട്രിക്സ് ടു ഇന്റർമെംബ്രെയിൻ സ്പേസ്. അത് ഒരു pH ഗ്രേഡിയനെ ഡിസ്റ്റർബ് ചെയ്യും. ആൻഡ് ദാറ്റ് വിൽ ലീഡ് ടു ഒരു ഇലക്ട്രോൺ മോട്ടീവ് ഫോഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ദാറ്റ് വിൽ ലീഡ് ടു എ പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സ് ആൻഡ് ദാറ്റ് റിസൾട്ട്സ് ഇൻ ദി പമ്പിങ് ഓഫ് പ്രോട്ടോൺസ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ പ്രോട്ടോൺസ് തിരിച്ച് അതിൻ്റെ മെട്രിക്സ്, അതിൻ്റെ ലൊക്കേഷൻ മെട്രിക്സ്, ആ മെട്രിക്സിലേക്ക് തിരിച്ച് വരുമ്പം ദാറ്റ് പാസസ് through another protein and this results in the phosphorylation of ADP to ATP. ഇതൊരൊറ്റ ചെറിയ ബ്രീഫായിട്ട് പറയുന്ന, പക്ഷെ ഇത്ര സിമ്പിളായൊരു പ്രോസസ്സ് അല്ല. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനും ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ പഠിക്കുന്നതായിരിക്കും. ക്ലിയർ? അപ്പം മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഇലക്ട്രോൺസ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം NADH ഓർ FADH2 to oxygen through a series of electron carriers എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ കാരിയേഴ്സ് കംപ്രൈസ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്നും പറഞ്ഞിരുന്നു. അപ്പം മെയിൻലി ദർ ആർ 4 പ്രോട്ടീൻ കോംപ്ലക്സസ് ഇൻ ദി ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. എന്ന് വെച്ചാൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലെ കമ്പണൻസ് എന്ന് പറയുന്നത് 4 പ്രോട്ടീൻ കോംപ്ലക്സസ് ആണ്. കോംപ്ലക്സ് 1, കോംപ്ലക്സ് 2, കോംപ്ലക്സ് 3 ആൻഡ് കോംപ്ലക്സ് 4. കോംപ്ലക്സ് 1 is called NADH-Q oxidoreductase. Complex 2 is called succinate Q reductase. Q ഒക്കെ എന്താണെന്ന് പറഞ്ഞുതരാം.
Complex 3 is called Q cytochrome C oxidoreductase and complex 4 is called cytochrome C oxidase. അപ്പോൾ ഇതിന് നമുക്ക് cytochrome reductase cytochrome oxidase ഷോർട്ട് ആയിട്ട് പറയാം. ഇത് നമ്മൾ ഓരോ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ്റെ ഡീറ്റെയിൽ പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് നിങ്ങളുടെ മനസ്സിൽ കയറിക്കോളൂ. ഇത് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ചെയിൻ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ടു പോസിറ്റീവ് പൊട്ടൻഷ്യലിലേക്കാണ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ NADHൽ നിന്നും ഇലക്ട്രോൺ യാത്ര പുറപ്പെട്ടു. ആദ്യം അത് കോംപ്ലക്സ് 1 ആയ NADH Q ഓക്സിഡോറിഡക്ടേസിലേക്ക് പോകും. അവിടെ ഇലക്ട്രോൺ എത്തിക്കഴിഞ്ഞു. ഓക്കെ, അവിടെ നിന്ന് ഇലക്ട്രോൺ ഇസ് ക്യാരിഡ് ബൈ മൊബൈൽ കാരിയർ കോൾ യൂബിക്വിനോൺ. അത് പറഞ്ഞുതരാം. Q എന്നാണ് അതിനെ ഷോർട്ടായിട്ട് പറയുന്നത്. അപ്പോൾ കോംപ്ലക്സ് 1ൽ നിന്നും ഇലക്ട്രോൺ കോംപ്ലക്സ് 3ലേക്ക്, കോംപ്ലക്സ് 2 അല്ല, കോംപ്ലക്സ് 3 ഓർത്തോണം. NADH കോംപ്ലക്സ് 1ലേക്ക് ഇലക്ട്രോൺ കൊടുക്കും. അതിൻ്റെ കമ്പണൻസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. കോംപ്ലക്സ് 1ൽ നിന്നും ഇലക്ട്രോൺ നേരെ കോംപ്ലക്സ് 3ലേക്കാണ് പോകുന്നത്. അത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കുന്ന കക്ഷിയാണ് Q. ഈ പോസ്റ്റ്മാൻ്റെ ജോലി പോലെ ഒരിടത്തു നിന്ന് കത്ത് വേറൊരിടത്തേക്ക് എത്തിക്കുന്നത് പോലെ ഈ Q എന്ത് ചെയ്യും, കോംപ്ലക്സ് 1ൽ നിന്നും ഇലക്ട്രോണിനെ ക്യാരി ചെയ്ത് കോംപ്ലക്സ് 3ലേക്ക് എത്തിക്കും. ഇനി കോംപ്ലക്സ് 2 എന്ന് പറയുന്നത്, ഇവിടെ NADH അല്ല ഇലക്ട്രോൺ കൊടുക്കുന്നത്, കോംപ്ലക്സ് 2 ആയിട്ട് ബന്ധപ്പെട്ടത് FADH2 ആണ്. സോ ഇലക്ട്രോൺസ് ഫ്രം FADH2 ഗോസ് ടു കോംപ്ലക്സ് 2 ആൻഡ് ഫ്രം ദെയർ ഇറ്റ് ഇസ് ക്യാരിഡ് ടു കോംപ്ലക്സ് 3 ബൈ Q. Q is nothing but ubiquinone. അപ്പോൾ ubiquinone will carry electron from complex 1 to 3 as well as complex 2 to 3. അപ്പോൾ ഇലക്ട്രോൺ ഇപ്പോൾ കോംപ്ലക്സ് 3ലേക്ക് എത്തി നിൽക്കുകയാണ്. ഇനി കോംപ്ലക്സ് 3ൽ നിന്നും ഇലക്ട്രോൺ ഇസ് ക്യാരിഡ് ടു കോംപ്ലക്സ് 4 ബൈ അനദർ കാരിയർ കോൾ സൈറ്റോക്രോം C. ക്ലിയർ? സൈറ്റോക്രോം C എന്ന് പറയുന്നത് വേറൊരു മോളിക്യൂളാണ്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പണൻ്റ് ആണ് സൈറ്റോക്രോം C. അപ്പോൾ ഇലക്ട്രോൺ ഗോസ് ടു കോംപ്ലക്സ് 4. അവിടെ നിന്ന് ഇലക്ട്രോൺ ഇസ് ട്രാൻസ്ഫേർഡ് ടു ഓക്സിജൻ ആൻഡ് ഓക്സിജൻ ഗെറ്റ്സ് റെഡ്യൂസ് ടു വാട്ടർ. ഇതാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ്റെ സീക്വൻസ് ഓഫ് ഇലക്ട്രോൺ കാരിയേഴ്സ് എന്ന് പറയുന്നത്. ഇത് റെസ്പിറേഷൻ പ്രോസസ്സ് ആയതുകൊണ്ട് റെസ്പിറേറ്ററി ചെയിൻ എന്നും ഇത് അറിയപ്പെടാറുണ്ട്. ഓക്കെ, ഇനി നേരത്തെ ഞാൻ Q എന്ന് പറഞ്ഞു. Q is nothing but coenzyme Q. Q10 എന്ന് പറയും. യൂബിക്വിനോൺ എന്നൊരു പേരിലും അറിയപ്പെടുന്നതാണ്. കാരണം ബയോളജിക്കൽ സിസ്റ്റത്തിൽ ഓവറോൾ ആയിട്ട് എല്ലായിടവും കാണുന്ന ഒരു മോളിക്യൂൾ ആയിരുന്നു. ഇറ്റ് ഈസ് യൂബിക്വിറ്റസ്ലി പ്രസൻറ്റ് ഇൻ ബയോളജിക്കൽ സിസ്റ്റം. യൂബിക്വിറ്റസ്ലി പ്രസൻറ്റ് ക്വിനോൺ ആയതുകൊണ്ട് ആണ് ഇതിനെ യൂബിക്വിനോൺ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ 10 സബ് യൂണിറ്റ്സ് ഉള്ളതുകൊണ്ടാണ് Q10 എന്ന് പറയുന്നത്. ഈ ഇവിടെ നമ്മുടെ ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ 10 സബ് യൂണിറ്റ്സ് ഉള്ള ഒരു മോളിക്യൂൾ ആയതുകൊണ്ടാണ് യൂബിക്വിനോൺ Q10 എന്ന് പറയുന്നത്. അപ്പോൾ ETCയിലുള്ള യൂബിക്വിനോൺ ഇസ് Q10. ആൻഡ് ഇലക്ട്രോൺസ് ആർ ക്യാരിഡ്. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ അതേ കാര്യം, ഈ Qവിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇലക്ട്രോൺ കോംപ്ലക്സ് 3ലേക്ക് എത്തിക്കുക, കോംപ്ലക്സ് 2ൽ നിന്ന് ഇലക്ട്രോൺ കോംപ്ലക്സ് 3ലേക്ക് എത്തിക്കുക. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് കേട്ടാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇനി FADH2ൽ നിന്നും ഇലക്ട്രോൺ കോംപ്ലക്സ് 2ലേക്ക് പോയി യൂബിക്വിനോൺ വഴി കോംപ്ലക്സ് 3ലേക്ക് എത്തുന്നു. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ക്ലിയർ? ഇനി സൈറ്റോക്രോം C എന്ന് പറയുന്നത്, it is a soluble protein which shuttles electron from cytochrome C oxidoreductase to cytochrome oxidase. എന്ന് വെച്ചാൽ ഇത് സൈറ്റോക്രോം റിഡക്ടേസിൽ നിന്നും സൈറ്റോക്രോം ഓക്സിഡേസിലേക്ക് ഇലക്ട്രോൺ ഷട്ടിൽ ചെയ്യുന്ന കക്ഷിയാണ് സൈറ്റോക്രോം C എന്ന് പറയുന്നത്. ക്ലിയർ? ഇത്രയും ക്ലിയർ ആയോ? അപ്പോൾ നമ്മുടെ ഇലക്ട്രോൺ കാരിയേഴ്സിൽ നമുക്ക് 4 കോംപ്ലക്സസ് ഉണ്ട്. ഇതൊരു കോംപ്ലക്സ് ആണ്. 1, 2, 3, 4 ആൻഡ് 2 മൊബൈൽ കാരിയേഴ്സ്, ദാറ്റ് ഇസ് യൂബിക്വിനോൺ ആൻഡ് സൈറ്റോക്രോം C. ഇത്രയാണ് കമ്പോണൻസ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. Clear? So in the last class we had learned about the sequence of electron carriers in respiratory chain. അപ്പോൾ നമ്മളൊന്ന് recollect ചെയ്താൽ, electrons are transferred from NADH to complex 1 and then with the help of ubiquinone to complex 3 and with the help of cytochrome C it goes to complex 4 and finally to oxygen. And complex 2ൽ നിന്നുള്ള ഇലക്ട്രോൺസ് യൂബിക്വിനോണിൻ്റെ സഹായത്തോടെ കോംപ്ലക്സ് 3ലേക്ക് പോകുന്നു. ബാക്കി സെയിം. എന്നാൽ നമുക്ക് കോംപ്ലക്സ് 1നെ കുറിച്ചും കോംപ്ലക്സ് 2നെ കുറിച്ചും 1ഉം 2നെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ കോംപ്ലക്സ് 1 വിച്ച് ഇസ് ഓൾസോ കോൾഡ് NADH Q ഓക്സിഡോറിഡക്ടേസ് ഓർ NADH ഡീഹൈഡ്രോജനേസ്. ഇങ്ങനെ 2 പേരിൽ അറിയപ്പെടുന്ന ഒരു കോംപ്ലക്സ് ആണ്. ഇറ്റ് ഇസ് എ പ്രോട്ടീൻ കോംപ്ലക്സ് വിത്ത് ഡിഫറെൻറ്റ് കമ്പണൻസ്. ആസ് യു സീ ഇൻ ദിസ് ഫിഗർ, അവിടെ FMN ഉണ്ട്, ഫ്ലാവിൻ മോണോന്യൂക്ലിയോടൈഡ്, ദാറ്റ് ഇസ് വൺ പ്രോസ്റ്ററ്റിക് ഗ്രൂപ്പ് ഓഫ് ദിസ് പ്രോട്ടീൻ കോംപ്ലക്സ് ആൻഡ് അനദർ പ്രോസ്റ്ററ്റിക് ഗ്രൂപ്പ് ഇസ് അയൺ സൾഫർ ക്ലസ്റ്റേഴ്സ്. അപ്പോൾ ഈ അയൺ സൾഫർ ക്ലസ്റ്ററിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞേക്കാം. അയൺ സൾഫർ ക്ലസ്റ്റേഴ്സ് ജനറലി ദേ ആർ അയൺ സൾഫർ പ്രോട്ടീൻസ് വിച്ച് ഇസ് ഓൾസോ കോൾഡ് നോൺ ഹീം അയൺ പ്രോട്ടീൻസ്. ഹീം ഇല്ലാത്ത അയൺ പ്രോട്ടീൻസാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഹീമോഗ്ലോബിൻ്റെ പ്രോസ്റ്ററ്റിക് ഗ്രൂപ്പാണ് ഹീം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടെ അയൺ ഉണ്ട്. അപ്പോൾ ഇവിടെ നോൺ ഹീം അയൺ പ്രോട്ടീൻസ് ആണ് അയൺ സൾഫർ ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. പല ടൈപ്പ് ഓഫ് അയൺ സൾഫർ ക്ലസ്റ്റേഴ്സ് ഉണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത്
ഇവിടെ iron is coordinated tetrahedrally to 4 sulfhydral of 4 cysteine, and this cysteine is part of the protein. അപ്പോൾ iron sulfur protein എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ പ്രോട്ടീനിലുള്ള സിസ്റ്റീൻ്റെ സൾഫറുമായിട്ട് ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്ത സ്ട്രക്ചറാണ് ഒരു ടൈപ്പ് ഓഫ് സ്ട്രക്ചർ. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ 2Fe2S, where there are 2 iron, 2 sulfur and 4 cysteine residues. പിന്നുള്ളത് 4Fe4S ക്ലസ്റ്റർ ആണ്. 4 അയൺ, 4 സൾഫർ, 4 സിസ്റ്റീൻ. ഇങ്ങനെ പല ടൈപ്പ് ഓഫ് അയൺ സൾഫർ ക്ലസ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ നിങ്ങളുടെ ഒരു അറിവിനായിട്ട്. അപ്പോൾ നമ്മുടെ NADH ഡീഹൈഡ്രോജനേസിൽ മെയിൻലി 4Fe4S അയൺ സൾഫർ പ്രോട്ടീനും 2Fe2S കോംപ്ലക്സുമാണ് കാണുന്നത്. ഈ രണ്ട് ടൈപ്പ് ഓഫ് ക്ലസ്റ്റേഴ്സാണ് കോംപ്ലക്സ് 1ൽ കാണപ്പെടുന്നത്. ഈ ഫിഗറിൽ കാണുന്നത് പോലെ തന്നെ കോംപ്ലക്സ് 1 എന്ന് പറയുന്നത് ഒരു L-ഷേപ്ഡ് പ്രോട്ടീനാണ്. L-ഷേപ്ഡ് പ്രോട്ടീൻ, where the horizontal part is inside the membrane and vertical part is extending to metric side. നിങ്ങളിവിടെ കാണുന്നുണ്ടല്ലോ മെട്രിക് സൈഡും സൈറ്റോസോളിക് സൈഡുമാണ്. ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിൽ സ്ഥിതി ചെയ്യുന്ന സ്ട്രക്ചറാണ്. നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട കാരിയേഴ്സ് ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. ആ മെംബ്രെയിനിലെ മെട്രിക് സൈഡിലോട്ടാണ് ഈ ഭാഗം എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഈ കോംപ്ലക്സിൽ നടക്കുന്ന പ്രോസസ്സസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, ഇപ്പോൾ നമുക്ക് ഈ രണ്ട് സ്ലൈഡിൽ മാറി മാറി നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ NADH ചെന്ന് ഈ പ്രോട്ടീൻ സ്ട്രക്ചറിലേക്ക് ബൈൻഡ് ചെയ്തിട്ട് NADHൽ നിന്നും ഇലക്ട്രോൺ FMN പ്രോസ്റ്റേറ്റിക് ഗ്രൂപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അപ്പോൾ NADHൽ നിന്നും ഇലക്ട്രോൺ FMNലേക്ക് പോകും. അങ്ങനെ പോകുമ്പം വാട്ട് ഹാപ്പൻസ്, NADH gets oxidized to NAD+, whereas FMN is reduced to FMNH2. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ NADHൽ നിന്നും ഇലക്ട്രോൺ FMN പ്രോസ്റ്റേറ്റിക് ഗ്രൂപ്പിലേക്ക് പോകുമ്പോൾ NADH ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നു, FMN റെഡ്യൂസ് ചെയ്യപ്പെടുന്നു ടു FMNH2. ഓക്കെ, അപ്പോൾ FAD FMNൻ്റെ സ്ട്രക്ചർ നമ്മൾ മുമ്പ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് മൊഡ്യൂളിൽ. ഇറ്റ് ഹാസ് ഗോട്ട് ഐസോ അലോക്സിൻ റിംഗ് സിമിലർ ടു FAD. ഇതുപോലെ നിങ്ങളിത് പഠിക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയേക്കാം. അപ്പോൾ ദിസ് ഇസ് FMN, അതിലേക്ക് 2 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് കണ്ടോ ബൈൻഡ് ചെയ്യുന്നത്, ആൻഡ് ഇറ്റ് ബിക്കംസ് FMNH2. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ദ പ്രോസസ് ദാറ്റ് ഇസ് ഹാപ്പനിങ് ഹിയർ. ഈ റിയാക്ഷനിൽ കാണുന്നത് പോലെ തന്നെ NADH വിൽ റെഡ്യൂസ് FMN ടു FMNH2. ക്ലിയർ? ഇനി ഇവിടെ നിന്ന് ഈ സ്ട്രക്ചർ വെച്ച് നോക്കാം. ഇവിടെ നിന്ന് FMNൽ നിന്നും ഇലക്ട്രോൺ അടുത്ത് 4Fe4Sലേക്ക് പോവും. അവിടെ നിന്ന് ഇലക്ട്രോൺ അടുത്തത് ടൈറ്റ്ലി ബൗണ്ട് യൂബിക്വിനോണിലേക്ക് പോകും. മനസ്സിലാവുന്നുണ്ടോ? ദിസ് യൂബിക്വിനോൺ ഇസ് ടൈറ്റ്ലി ബൗണ്ട് ടു ദി പ്രോട്ടീൻ. ഞാൻ മുമ്പ് നമ്മൾ ഇലക്ട്രോൺസ് ട്രാൻസ്പോർട്ട് ചെയിനിലെ സീരീസിൽ ഈ ക്യൂ കാണിക്കുന്നില്ലേ, ആ ക്യൂ അല്ല ഈ ക്യൂ. ഈ ക്യൂ എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന ക്യൂ ആണ്. കണ്ടോ, ഈ കാണുന്ന ക്യൂ ആണ് നമ്മുടെ ഈ ക്യൂ. ക്ലിയർ? അപ്പോൾ ഫസ്റ്റ് ഇലക്ട്രോൺ ഗോസ് ടു FMN, ദെൻ ടു 4Fe4S and then to tightly bound ubiquinon. അവിടെ നിന്ന് 2Fe2Sലേക്ക് പോയി ഫൈനലി മൊബൈൽ യൂബിക്വിനോണിലേക്ക് ഇലക്ട്രോൺ കൊടുക്കും. ക്ലിയർ? ഇനി ഈ മൊബൈലായിട്ടുള്ള യൂബിക്വിനോൺ അതിനിവിടെ ബൗണ്ട് അല്ല, അപ്പോൾ അതിന് ഫ്രീലി മൂവിങ് ആണ്. ദിസ് വിൽ ഗോ ടു കോംപ്ലക്സ് 3. അണ്ടർസ്റ്റാൻഡ്? ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ് ഇൻ കോംപ്ലക്സ് 1. സി, നമുക്കത് ഡെപ്പിക്റ്റ് ചെയ്യണമെങ്കിൽ, ഇല്ലസ്ട്രേറ്റ് ചെയ്യണമെങ്കിൽ, ഈ പ്രോസസ്സ് ഇല്ലസ്ട്രേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഷോർട്ടായിട്ട് ഇല്ലസ്ട്രേറ്റ് ചെയ്യാം. 2 ടൈപ്പ് ഓഫ് അയൺ സൾഫർ ക്ലസ്റ്റേഴ്സ് ഇവിടെ വർക്ക് ചെയ്യുന്നെങ്കിൽ നമ്മൾ തൽക്കാലം ഇവിടെ ഒന്നേ കാണിക്കുന്നുള്ളൂ, ജസ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഹാപ്പൻസ്. ഓവറോൾ റിയാക്ഷൻസ് ഹാപ്പനിങ് ഇൻ കോംപ്ലക്സ് 1 ആണ് ഇവിടെ. NADH ആദ്യം ഇലക്ട്രോൺ ആർക്ക് കൊടുക്കും? FMN കൊടുക്കും. അപ്പോൾ കൊടുക്കുമ്പോൾ NADH എന്ത് പറ്റും? NAD+ ആയിട്ട് ഓക്സിഡൈസ് ചെയ്യപ്പെടും. FMN ഇലക്ട്രോൺ എടുക്കുമ്പോൾ FMN is converted to FMNH2. ഈ ആരോ ഹെഡ് ശ്രദ്ധിച്ചോണം. സോ വെൻ NADH is converted to NAD+, FMN is converted to FMNH2. തിരിച്ച് FMNH2 when it gets oxidized, what happens? അത് ആർക്കായി അടുത്ത ഇലക്ട്രോൺ കൊടുക്കുന്നത്? അയൺ സൾഫറിനല്ലേ കൊടുക്കുന്നത്. അപ്പോൾ അയൺ സൾഫർ will get reduced. ക്ലിയർ? ഇപ്പോൾ ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അത് റെഡ്യൂസ്ഡ് ആയിപ്പോയി. ഇനി റെഡ്യൂസ്ഡ് ആയിട്ടുള്ള അയൺ സൾഫർ തിരിച്ച് പഴയ പോലെ ഓക്സിഡൈസ് ചെയ്യുമ്പോഴത്തേക്ക് വാട്ട് ഹാപ്പൻസ്? ഫൈനൽ ആയിട്ടുള്ള മൊബൈൽ യൂബിക്വിനോൺ വിൽ ബിക്കം റെഡ്യൂസ് ടു ക്വിനോൾ ആണ്. ഇപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ പിന്നീട് നമ്മൾ പഠിക്കും. ക്വിനോൾ. അപ്പോൾ യൂബിക്വിനോൺ ബിക്കംസ് യൂബിക്വിനോൾ, ദാറ്റ് ഇസ് QH2. ഇറ്റ് ബിക്കംസ് റെഡ്യൂസ്ഡ്. ദിസ് ഈസ് ദി പ്രോസസ് വിച്ച് ഇസ് ഹാപ്പനിങ് ഇൻ കോംപ്ലക്സ് 1. സോ നമ്മുടെ ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ NADHൽ നിന്നും ഇലക്ട്രോൺ ഇപ്പം യൂബിക്വിനോണിലേക്ക് എത്തിയിരിക്കുകയാണ്. ക്ലിയർ? ഇങ്ങനെ സംഭവിക്കുമ്പം ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇലക്ട്രോൺ മോട്ടീവ് ഫോഴ്സ് ഉണ്ടാവും, അത് പിന്നെ ഒരു പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സ് ഉണ്ടാക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് വാട്ട് ഹാപ്പൻസ്? when there is flow of 2 electrons from NADH to coenzyme Q through NADH Q oxidoreductase, there is pumping of 4 hydrogen ions
out of the matrix of the mitochondria. മനസ്സിലാവുന്നുണ്ടോ? ദിസ് പോയിന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇലക്ട്രോൺസ് NADHൽ നിന്നും ക്യൂയിലേക്ക് പോകുമ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ NADHൽ നിന്നും യൂബിക്വിനോളിലേക്ക് പോകുമ്പം വാട്ട് ഹാപ്പൻസ്, പ്രോട്ടോൺസ് ആർ പംപ്ഡ് ഔട്ട് ഓഫ് ദി inner mitochondrial membrane. മനസ്സിലാവുന്നുണ്ടോ? ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഔട്ട് ഓഫ് ദി മെട്രിക്സ് ഓഫ് ദി മൈറ്റോകോൺഡ്രിയൻ. അപ്പോൾ അത് മൈറ്റോകോൺഡ്രിയ മെട്രിക്സിൽ നിന്നും ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് പ്രോട്ടോൺ പമ്പ് ചെയ്യപ്പെടും. ക്ലിയർ? അപ്പോൾ നമ്മുടെ മെട്രിക്സ് സൈഡിൽ നിന്നും 4 പ്രോട്ടോൺസ് ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് പമ്പ് ചെയ്യപ്പെടും. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇത്രയും ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഇനി നമുക്ക് കോംപ്ലക്സ് 2നെ കുറിച്ച് പഠിക്കാം. അപ്പോൾ കോംപ്ലക്സ് 1ൻ്റെ കാര്യം പറഞ്ഞപ്പം ഇലക്ട്രോൺസ് ആർ ട്രാൻസ്ഫേർഡ്, അല്ലെ? ഇലക്ട്രോണിൻ്റെ ജേർണി എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു? NADHൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ NADH എവിടെയൊക്കെ ഉണ്ടാകുന്നത് നിങ്ങൾക്കൊന്ന് റീകളക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഗ്ലൈക്കോളിസിസിൽ ഉണ്ടാകുന്നുണ്ട്, പിന്നെ PDCയിൽ ഉണ്ടാകുന്നുണ്ട്, പിന്നെ TCL ഉണ്ടാകുന്നുണ്ട്, അല്ലേ? NADH എവിടെയെല്ലാം ഉണ്ടാകുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ അവിടെ നിന്നൊക്കെയാണ് ഇലക്ട്രോൺസ് വരേണ്ടത്. ഇനി FADH2 ഉണ്ടാകുന്ന ചില സ്ഥലങ്ങളുണ്ട്. FADH2 അതിൽ പ്രധാനപ്പെട്ട ഒരു എൻസൈം നിങ്ങൾ TCL ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ്. അവിടെ ഒരു FADH2 ഉണ്ടാകുന്നുണ്ട് TCA സൈക്കിളിൽ, അല്ലേ? ഒന്നല്ല 2 എണ്ണം ഉണ്ടാകുന്നുണ്ട്. കാരണം 2 പൈറുവേറ്റ് ആണ് ഗ്ലൂക്കോസിന് എൻ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത്. ഇത് കൂടാതെ ഗ്ലിസറോൾ ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈമിൻ്റെ റിയാക്ഷനിലും FADH2 പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നീട് അടുത്ത സെമസ്റ്ററിൽ പഠിക്കുന്ന ഫാറ്റി അസൈൽ കോയെ ഡീഹൈഡ്രോജനേസിലും FADH2 ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് FADH2 ഉണ്ടാകുന്ന ഉണ്ടാക്കി തരുന്ന 3 എൻസൈംസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്നത് നമ്മുടെ കോംപ്ലക്സ് 2ൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ, ഇറ്റ് ഇസ് ആൻ ഇൻറ്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻ ഓഫ് കോംപ്ലക്സ് 2 വിച്ച് ഇസ് പ്രസന്റ് ഇൻ ദി ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ ഒരു പേര്, സക്സിനേറ്റ് ക്യൂ റിഡക്ടേസ് എന്നൊരു പേര് അതിന് വരാൻ കാരണം ഇതാണ്. ഓക്കെ, ഇനി FADH2 ഇറ്റ് ഡസൻ ലീവ് ദ കോംപ്ലക്സ്, പകരം അതിൻ്റെ ഇലക്ട്രോൺസ് അവിടെയും ഈ കോംപ്ലക്സ് 2ലും FES സെൻറ്റേഴ്സ് ഉണ്ട്. FES സെൻറ്റർ വഴി ഫൈനലി ക്യൂയിലേക്ക് ഇലക്ട്രോൺസ് പോവുകയാണ് ചെയ്യുന്നത്. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ FADH2ൽ നിന്നും ഇലക്ട്രോൺസ് FESലേക്ക് പോകും, FESൽ നിന്നും അത് യൂബിക്വിനോളിലേക്ക് പോയി ഫൈനലി QH2 ഫോം ചെയ്യും. അപ്പോൾ കോംപ്ലക്സ് 1 NADHൽ നിന്നും ഇലക്ട്രോൺ ക്യൂയിലേക്ക് എത്തിച്ച് QH2 ഉണ്ടാക്കുന്നത് പോലെ കോംപ്ലക്സ് 2 എന്ത് ചെയ്യും? FADH2ൽ നിന്നും ഇലക്ട്രോൺ ക്യൂയിലേക്ക് എത്തിച്ച് QH2 ഉണ്ടാക്കി വയ്ക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് സക്സിനേറ്റ് ക്യൂ റിഡക്ടേസ് ഡു നോട്ട് പമ്പ് പ്രോട്ടോൺസ്. നമ്മുടെ കോംപ്ലക്സ് 1 ആണെങ്കിലോ 4 പ്രോട്ടോൺസ് പമ്പ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ദിസ് ഡസൻ പമ്പ് എനി പ്രോട്ടോൺസ് ബിക്കോസ് ദ ഫ്രീ എനർജി ചേഞ്ച് ഓഫ് ദിസ് റിയാക്ഷൻ, ഏത് FADH2ൽ നിന്നും ക്യൂയിലേക്ക് ഇലക്ട്രോൺ പോകുമ്പോൾ ഉള്ള റിയാക്ഷൻ്റെ ഫ്രീ എനർജി എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് പോരാ. പ്രോട്ടോൺസിനെ പമ്പ് ചെയ്യാൻ മാത്രമുള്ള ഫ്രീ എനർജി ഇല്ല. അതുകൊണ്ട് ദർ ഇസ് നോ പമ്പിങ് ഓഫ് പ്രോട്ടോൺ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണെന്ന് ഓർത്തണം. അതുകൊണ്ട് തന്നെ FADH2ൽ നിന്നും ഫൈനലി ഉണ്ടാകുന്ന ATP NADHൽ നിന്നുണ്ടാകുന്ന ATPയെ കാട്ടി എപ്പോഴും കുറവായിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ദ ATP produced from FADH2 is lesser than that produced from NADH. Why? Because complex 2 do not pump protons because the free energy change of the reaction is very small. This is all about complex 2. ക്ലിയർ? ഇത്രയും മനസ്സിലായല്ലോ? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോംപ്ലക്സ് 1ഉം കോംപ്ലക്സ് 2ഉം പഠിച്ചിരുന്നു. അതിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് പഠിച്ചിരുന്നു. അപ്പോൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സീക്വൻസ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ആ ഇലക്ട്രോൺസ് എവിടെ നിന്ന് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ NADHൽ നിന്നും ക്യൂയിലേക്ക് കോംപ്ലക്സ് 1 വഴിയും സക്സിനേറ്റ് ക്യൂ റിഡക്ടേസിൽ നിന്നും FADH2ൽ നിന്നും കോംപ്ലക്സ് 2 വഴി ക്യൂയിലേക്ക് എത്തി. അവിടുന്ന് അടുത്ത സൈറ്റോക്രോം സിയിലേക്ക് പോകണം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ഭാഗമാണ് പഠിച്ചത്. ഇനി ഈ യൂബിക്വിനോണിലെ, അതായത് ക്യൂവിൽ നിന്നുള്ള ഇലക്ട്രോൺ സൈറ്റോക്രോം സിയിലേക്ക് കോംപ്ലക്സ് 3 വഴി എത്തുന്ന കാര്യമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കോംപ്ലക്സ് 3യുടെ കമ്പോണൻസും ക്യൂവിൽ നിന്നും എങ്ങനെ ഇലക്ട്രോൺസ് സൈറ്റോക്രോം സി വരെ എത്തുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ വി ലേൺ അബൌട്ട് കോംപ്ലക്സ് 3. സോ കോംപ്ലക്സ് 3 ഈസ് ഓൾസോ കോൾഡ് Q cytochrome C oxidoreductase അഥവാ സൈറ്റോക്രോം റിഡക്ടേസ് ഓർ സൈറ്റോക്രോം B/C1 കോംപ്ലക്സ്. ഇങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന കോംപ്ലക്സ് ആണ് കോംപ്ലക്സ് 3 എന്ന് പറയുന്നത്. അതിൻ്റെ ജോലി എന്തുവാ? അതിൻ്റെ ജോലി എന്ന് വെച്ചാൽ ക്യൂവിൽ നിന്നും ഇലക്ട്രോൺസിനെ സൈറ്റോക്രോം സിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ജോലി. ഓക്കെ, ത്രൂ ക്യൂ സൈറ്റോക്രോം സി ഓക്സിഡോറിഡക്ടേസ്. ഓവറോൾ റിയാക്ഷൻ കാറ്റലൈസ്ഡ് എന്താണെന്ന് ചോദിച്ചാൽ യൂബിക്വിനോൾ, OL ആണ്. യൂബിക്വിനോൾ എന്ന് വെച്ചാൽ റെഡ്യൂസ്ഡ് യൂബിക്വിനോൾ ആണ് യൂബിക്വിനോൾ എന്ന് പറയുന്നത്. അത് 2 സൈറ്റോക്രോം സിയെ
രണ്ട് മോളിക്യൂൾ ഓഫ് സൈറ്റോക്രോം സിയെ റെഡ്യൂസ് ചെയ്യുക. ഇതിൽ നിന്ന് 2 ഇലക്ട്രോൺ 2 സൈറ്റോക്രോം സിക്ക് കൊടുക്കുമ്പോൾ അത് 2 സൈറ്റോക്രോം സി റെഡ്യൂസ്ഡ് ആയി മാറും. ദിസ് വിൽ ഗെറ്റ് ഓക്സിഡൈസ്ഡ് ടു ക്വിനോൾ. ഓക്കെ, quinol will be converted to quinol and cytochrome C oxidase will be converted to cytochrome C reduced. എത്ര മോളിക്യൂൾ? 2 മോളിക്യൂൾ. അപ്പം ഈ പ്രോസസ്സ് നടക്കുമ്പം 2 H+ മെട്രിക്സും 4 H+ സൈറ്റോപ്ലാസത്തിൽ, ഇത് ഞാൻ കുറച്ച് അടുത്ത സ്ലൈഡുകളിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യും. ഇതെന്താ ഈ സംഭവം, 2 H+ ഇൻ മെട്രിക്സ് ആൻഡ് 4 H+ ഇൻ സൈറ്റോപ്ലാസം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി ദിസ് ഈസ് ദി ഓവറോൾ റിയാക്ഷൻ ഹാപ്പനിങ്. നമ്മളിവിടെ കംപ്ലീറ്റ് റിയാക്ഷൻ പറഞ്ഞതിൻ്റെ ഡീറ്റെയിൽഡ് റിയാക്ഷൻ ഇവിടെ കാണുന്നു. ഇലക്ട്രോൺ ആരുടെ അടുത്ത് നിന്ന് ആരുടെ അടുത്തേക്ക് പോകുന്നു എന്നുള്ള ആ കൺവേർഷനാണ്. നിങ്ങളൊന്ന് ഓടിച്ചിട്ട് നോക്കിയിട്ട് നമ്മൾ വീണ്ടും ഈ സ്ലൈഡിലേക്ക് വരും. അപ്പോൾ യൂബിക്വിനോണിൽ നിന്നും അത് സൈറ്റോക്രോം ബിയിലേക്ക് പോകും, അവിടെ നിന്ന് FESലേക്ക് പോകും, അവിടെ നിന്ന് സൈറ്റോക്രോം C1ലേക്ക് പോകും, അവസാനം സൈറ്റോക്രോം സിയിലേക്ക് എത്തും. അപ്പോൾ ഇത്രയും പോർഷൻ ഉണ്ടല്ലോ, ഈ സൈറ്റോക്രോം ബി തൊട്ട് സൈറ്റോക്രോം C1 ഇൻക്ലൂഡിങ് ദ അയൺ സൾഫർ പ്രോട്ടീൻ, ഈ 3 കമ്പോണൻ്റുള്ള ആ കോംപ്ലക്സ് ആണ് കോംപ്ലക്സ് 3 എന്ന് പറയുന്നത്. ചുരുക്കം പറഞ്ഞ് കോംപ്ലക്സ് 3യുടെ കമ്പോണൻസ് ആണ് ആരൊക്കെ? സൈറ്റോക്രോം ബിയും സൈറ്റോക്രോം C1ഉം അയൺ സൾഫർ പ്രോട്ടീനും. ദിസ് ഈസ് കോൾഡ് ദി കോംപ്ലക്സ് 3 അഥവാ സൈറ്റോക്രോം റിഡക്ടേസ്. ഓക്കെ, ഈ സ്ലൈഡിലേക്ക് നമുക്ക് ഒന്നുകൂടെ വരാം. അപ്പം സൈറ്റോക്രോം, നമ്മൾ സൈറ്റോക്രോമിൻ്റെ കാര്യം ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, അതൊന്നുകൂടെ പറയാണ്. ഇറ്റ് ഈസ് എ ഇലക്ട്രോൺ ട്രാൻസ്ഫറിങ് പ്രോട്ടീൻ വിച്ച് കൺസിസ്റ്റ് ഓഫ് ഹീം പ്രോസ്റ്ററ്റിക് ഗ്രൂപ്പ്. നിങ്ങൾ ഹീമോഗ്ലോബിൻ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ അകത്ത് ഹീം പ്രോസ്റ്ററ്റിക് ഗ്രൂപ്പ് ഉണ്ട്. അതേപോലെ സൈറ്റോക്രോമും ഇറ്റ് ഈസ് ഓൾസോ ഇലക്ട്രോൺ ട്രാൻസ്ഫറിങ് പ്രോട്ടീൻ വിച്ച് കൺസിസ്റ്റ് ഓഫ് ഹീം പ്രോസ്റ്ററ്റിക് ഗ്രൂപ്പ്. അപ്പോൾ നമ്മുടെ ഈ ഇലക്ട്രോൺ കാരിയേഴ്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, അവസാനത്തെ കോംപ്ലക്സ് കൂടെ പറഞ്ഞതിന് ശേഷം ഒന്നുകൂടെ പറയുന്നത്, അപ്പോൾ ഇലക്ട്രോൺസിനെ വളരെ സേഫായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അയോൺസ് ഉള്ള മോളിക്യൂൾസ് ആണ് ഇതിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സൈറ്റോക്രോമിൻ്റെ അകത്ത് ഹീം ഉണ്ട്, ഹീമിൻ്റെ അകത്ത് അയൺ ഉണ്ട്. അപ്പോൾ അത് ആ ഇലക്ട്രോൺസ് എങ്ങനെ സേഫായിട്ട്, ഇലക്ട്രോൺസ് ഒരു ആറ്റം ബോംബിന് ഈക്വലൻ്റ് ആണ്, ഇലക്ട്രോൺസിനെ സേഫായിട്ട് കൈകാര്യം ചെയ്ത് ഫൈനലി ഓക്സിജനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഉദ്ദേശം എന്ന് പറയുന്നത്. സോ സൈറ്റോക്രോം ഇസ് ആൻ ഇലക്ട്രോൺ ട്രാൻസ്ഫറിങ് പ്രോട്ടീൻ വിത്ത് ഹീം പ്രോസ്റ്ററ്റിക് ഗ്രൂപ്പ്. ഓക്കെ, ഇനി ഈ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുമ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കോംപ്ലക്സ് 1ൽ ഇലക്ട്രോൺസ് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പം 4 H+ മെട്രിക്സിൽ നിന്നും സൈറ്റോപ്ലാസ്മിക് സൈഡ് ഓഫ് ഇന്നർ മെംബ്രെയിൻ പമ്പ് ചെയ്യപ്പെടുന്നു എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കോംപ്ലക്സ് 1 പഠിച്ചപ്പോൾ. കോംപ്ലക്സ് 2ലാണെങ്കിലോ ആവശ്യത്തിനുള്ള ഫ്രീ എനർജി ഇല്ലാത്തതുകൊണ്ട് ഒരു പ്രോട്ടോണും പമ്പ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. ഇനി കോംപ്ലക്സ് 3യെ സംബന്ധിച്ചോളം 2 H+ is pumped from matrix to cytoplasmic side of inner mitochondrial membrane. അപ്പോൾ ടോട്ടലി ഇപ്പോൾ എത്ര പ്രോട്ടോൺസ് പമ്പ് ചെയ്തു? കോംപ്ലക്സ് 1ൻ്റെ വക 4 കോംപ്ലക്സ് 3യുടെ വക 2 H+. അപ്പോൾ മൊത്തം 4 2 6 H+ പമ്പ് ചെയ്യപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇതാണ് കോംപ്ലക്സ് 3യുടെ ഒരു ഓവറോൾ വിശേഷം എന്ന് പറയുന്നത്. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ഇനി പഠിക്കാം. ഈ കോംപ്ലക്സ് 3യുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ക്യൂ സൈക്കിൾ എന്ന് പറയുന്നത്. ക്യൂ സൈക്കിളിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, യു നോ ദാറ്റ് കോഎൻസൈം ക്യൂ ഇസ് വൺ ഓഫ് ദി കാരിയേഴ്സ് ഇൻ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. കോഎൻസൈം ക്യൂ എന്ന് വെച്ചാൽ യൂബിക്വിനോൺ അല്ലേ, യൂബിക്വിറ്റസ്ലി പ്രസൻറ്റ് ആണ് യൂബിക്വിനോൺ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഈ കോഎൻസൈം ക്യൂ ഇസ് എ ക്വിനോൺ ഡെറിവേറ്റീവ് വിത്ത് ലോങ് ചെയിൻ ഓഫ് 5 കാർബൺ ഐസോപ്രീൻ യൂണിറ്റ്സ്. അപ്പോൾ ഐസോപ്രീൻ യൂണിറ്റ്സിൻ്റെ എണ്ണം എത്രയാണോ അത് വെച്ചിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ മാമൽസിലൊക്കെ 10 ഐസോപ്രീൻ യൂണിറ്റ്സ് ഉള്ള യൂബിക്വിനോൺ ഉള്ളത്, അതുകൊണ്ട് തന്നെ Q10 എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഇത് അണ്ടർസ്റ്റുഡ് ആണ്, മാമൽസിൽ Q10 10 ഐസോപ്രീൻ യൂണിറ്റ് ഉള്ള മോളിക്യൂൾ ആണെന്ന് അണ്ടർസ്റ്റുഡ് ആയതുകൊണ്ട് നമ്മൾ ക്യൂ എന്ന് മാത്രം, കോഎൻസൈം ക്യൂ എന്നേ പറയത്തുള്ളൂ. ഇൻ മാമൽസ് ഇറ്റ് ഇസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ് ഇസ് Q10. യൂബിക്വിനോൺ അല്ലെങ്കിൽ UQ എങ്ങനെ വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. ഇനി ഈ യൂബിക്വിനോണിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇതിൻ്റെ ഇവിടെ പറഞ്ഞേക്കുന്ന ഈ സംഗതിയിലേക്ക് നിങ്ങൾ തിരിച്ച് വരണം. ഞാൻ ഈ ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം, അപ്പോൾ നിങ്ങൾ തിരിച്ച് ഈ സ്ലൈഡിലേക്ക് വരണം ഇത് വായിക്കാൻ. യൂബിക്വിനോണിൻ്റെ സ്ട്രക്ചർ ഇത് ഇങ്ങനെ ഡബിൾ ബോണ്ടോ ക്വിനോൺ സ്ട്രക്ചറാണ് കണ്ടോ. ഇതാണ് ഐസോപ്രീൻ യൂണിറ്റ്സ്. അപ്പോൾ ഇത് 10 ടൈംസ് റിപ്പീറ്റ് ചെയ്യും. ഇതാണ് യൂബിക്വിനോണിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിലേക്ക് ഒരു ഇലക്ട്രോൺ ഒരു പ്രോട്ടോണും പോയി കഴിഞ്ഞാൽ ഒരു ഡബിൾ ബോണ്ടോ OH ആയിട്ട് മാറും. ആൻഡ് ദിസ് ഇസ് കോൾഡ് സെമി ക്വിനോൺ. ഇത് സെമി ക്വിനോൺ ആണ്. ഈ സെമി ക്വിനോണിലേക്ക് ഒരു ഇലക്ട്രോണും 2 H+ കൂടെ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ക്വിനോൾ, യൂബിക്വിനോൾ ആയിട്ട് മാറും. ഇനി സെമി ക്വിനോൺ അതിൻ്റെ H+ നഷ്ടപ്പെട്ട ദിസ് ബിക്കംസ് സെമി ക്വിനോൺ റാഡിക്കൽ ആൻഡ് ദിസ് ഇസ് എ ഫ്രീ റാഡിക്കൽ. ഫ്രീ റാഡിക്കൽ എന്ന് വെച്ചാൽ എപ്പോഴും ബയോളജിക്കൽ സിസ്റ്റത്തിൽ അപകടകാരി, ഒരു ആറ്റം ബോംബിൻ്റെ ഇഫക്റ്റ് ആണ് അതിന്. അപ്പോൾ ഫ്രീ റാഡിക്കൽസ് ക്യാൻ ഡാമേജ് ബയോളജിക്കൽ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ഫോർമേഷന് സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രോൺസ് യൂബിക്വിനോളിൽ നിന്നും QH2ൽ നിന്നും സൈറ്റോക്രോം സിയിലേക്കാണ് പോകേണ്ടത്. യൂബിക്വിനോൾ എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ ക്യാരിയറാണ്. സൈറ്റോക്രോം സി എന്ന് പറഞ്ഞാൽ 1 ഇലക്ട്രോൺ ക്യാരിയറാണ്.
അപ്പോൾ 2 ഇലക്ട്രോൺ ക്യാരിയറായ QH2 നിന്നും 1 ഇലക്ട്രോൺ ക്യാരിയറായ സൈറ്റോക്രോം സിയിലേക്ക് വളരെ സേഫായിട്ട് ഇലക്ട്രോൺസിനെ എത്തിക്കണം വിത്തൗട്ട് ദി ഫോർമേഷൻ ഓഫ് സെമി ക്വിനോൺ റാഡിക്കൽ. ഈ പ്രോസസ്സ് നടത്താനാണ് ക്യൂ സൈക്കിൾ നടക്കുന്നത്. ഇനി ക്യൂ സൈക്കിൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു മോളിക്യൂൾ QH2, ഈ ഓരോന്നും ഓരോ കളറിലാണ് കൊടുത്തേക്കുന്നത്, അപ്പോൾ വ്യത്യസ്തമായ മോളിക്യൂൾസ് ആണ് മനസ്സിലാക്കിക്കോണം. ഒരു മോളിക്യൂൾ യൂബിക്വിനോൾ QH2 ക്വിനോൾ OL, അവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ അയൺ സൾഫർ പ്രോട്ടീനിലേക്ക് പോകും. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു അയൺ സൾഫർ പ്രോട്ടീൻ എന്ന് പറയുന്നത് കോംപ്ലക്സ് 3യുടെ ഒരു കമ്പോണൻ്റ് ആണ്. FESൽ നിന്നും അതടുത്ത് സൈറ്റോക്രോം C1ലേക്ക് പോകും. യെറ്റ് അനദർ കമ്പോണൻ്റ് ഓഫ് കോംപ്ലക്സ് 3. C1ൽ നിന്നും ഇലക്ട്രോൺസ് സൈറ്റോക്രോം സിയിലേക്ക് പോകും. അപ്പം ക്വിനോളിൽ നിന്നും ഒരു ഇലക്ട്രോൺ സൈറ്റോക്രോം സിയിലേക്ക് എത്തി. ക്ലിയർ? ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ട ക്വിനോളിനെ നമുക്ക് എന്ത് പറയാം? സെമി ക്വിനോൺ എന്ന് പറയാം. ദിസ് ഇസ് സെമി ക്വിനോൺ. സെമി ക്വിനോൺ അതിൻ്റെ ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ദാറ്റ് ബിക്കംസ് ക്വിനോൺ. സോ QH2 ഈസ് കൺവേർട്ട്. ഒരു ഇലക്ട്രോൺ എങ്ങോട്ട് പോയി? സൈറ്റോക്രോം സിയിലേക്ക് പോയി. ഒരു ഇലക്ട്രോൺ അത് വേറൊരു ഡയറക്ഷനിലേക്ക് വിട്ടിട്ട് അതിൽ നിന്നും ക്വിനോൺ ഉണ്ടായി. അപ്പോൾ ദിസ് ഇസ് കൺവേർട്ടഡ് ടു ക്വിനോൺ. ഓക്കെ, ഇതാണ് ആദ്യത്തെ പ്രോസസ്സ്. അപ്പോൾ ഈ ഇലക്ട്രോൺ എവിടോട്ട് പോയി? സൈറ്റോക്രോം ബി എന്നൊരു കമ്പോണൻറ്റ് കോംപ്ലക്സ് 3ക്ക് ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ആ ബിയുടെ ഒരു ഭാഗമാണ് BL എന്ന് പറയുന്നത്. അപ്പോൾ സൈറ്റോക്രോം ബിയിലെ BL കമ്പോണൻറ്റിലേക്ക് ഇലക്ട്രോൺ ആദ്യം പോകും. BLൽ നിന്നും അത് BHലേക്ക് പോകും. ഓക്കെ, ഇലക്ട്രോൺ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടുത്തെ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് പോയി, അടുത്ത ഇലക്ട്രോണിൻ്റെ യാത്ര ഇങ്ങോട്ടാണ്, BHലേക്ക് പോയി. BHൽ നിന്നും ആ ഇലക്ട്രോൺ വേറൊരു യൂബിക്വിനോൺ മോളിക്യൂളിലേക്ക് പോകും. വേറൊരു, ദിസ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ദിസ്, ദിസ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ദിസ്, ഇതെല്ലാം ഡിഫറെൻറ്റ് കളേഴ്സിലാണ് കൊടുത്തേക്കുന്നത്. യെറ്റ് അനദർ ക്വിനോണിലേക്ക് ഇലക്ട്രോൺ പോകുമ്പം അത് ദാറ്റ് ബിക്കംസ് സെമി ക്വിനോൺ. ക്ലിയർ? അപ്പോൾ ഒരു QH2ൽ നിന്നും ഒരു Q ഉണ്ടായ സമയത്ത് ഒരു Qയിൽ നിന്നും ഒരു സെമി ക്വിനോൺ ഉണ്ടായി. ഇത്രയും പ്രോസസ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഇനി ഈ സെമി ക്വിനോൺ ആണ് അടുത്ത ബാക്കി പകുതി, ക്യൂ സൈക്കിളിൻ്റെ അടുത്ത പകുതിയിൽ പങ്കെടുക്കുന്ന ഈ സെമി ക്വിനോൺ ആണ്. മനസ്സിലായോ? Now yet another molecule of QH2. ഇവിടെ നമ്മൾ പറഞ്ഞ QH2 അല്ല, അടുത്ത QH2 എന്ന് വെച്ചാൽ വേറൊരു QH2 ആണ്. ആ QH2ൽ നിന്നും ഒരു ഇലക്ട്രോൺ അയൺ സൾഫറിലേക്ക് പോയി. അയൺ സൾഫറിൽ നിന്നും സൈറ്റോക്രോം C1ലേക്ക് പോയി. സൈറ്റോക്രോം C1ൽ നിന്നും സൈറ്റോക്രോം സിയിലേക്ക് പോയി. ഓക്കെ, ഇത് വേറെ QH2 എന്ന് ഓർത്തോണം. ഇലക്ട്രോൺ ഇങ്ങനെ പോയി. ഇനി അടുത്ത ഒരു ഇലക്ട്രോൺ ഉണ്ടല്ലോ, ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ട ക്വിനോളിനെ നമുക്ക് എന്ത് പറയാം? സെമി ക്വിനോൺ. ആ സെമി ക്വിനോണിൽ നിന്നും ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ ദാറ്റ് ബിക്കംസ് ക്വിനോൺ. അപ്പം നമ്മുടെ ആദ്യത്തെ QH2 ഇസ് ഡിഫറെൻറ്റ് ഫ്രം ദിസ് QH2. അവിടുന്ന് ഒരു ക്വിനോൺ ഉണ്ടായതുപോലെ ഇവിടുന്ന് ഒരു ക്വിനോൺ ഉണ്ടായി. ഓക്കെ, അപ്പോൾ രണ്ട് QH2 രണ്ട് Q ഉണ്ടാക്കി വെച്ചിരിക്കുക. എന്നിട്ട് ഒരു Q ആണെങ്കിൽ ഒരു സെമി ക്വിനോണായിട്ട് കൺവേർട്ട് ചെയ്തേക്കുക. ഇനി ഇവിടെ നിന്നുള്ള സെമി ക്വിനോണിൻ്റെ ഇലക്ട്രോൺ നേരത്തെ പോലെ തന്നെ സൈറ്റോക്രോം ബിയുടെ BL കമ്പോണൻറ്റിലേക്ക് പോകും. BLൽ നിന്നും അത് BHലേക്ക് പോകും. BHൽ നിന്നും ഇലക്ട്രോൺ നേരത്തെ ഉണ്ടായ സെമി ക്വിനോണിലേക്ക് പോയി അത് QH2 ആയിട്ട് റെഡ്യൂസ് ചെയ്യപ്പെടും. കൺഫ്യൂഷൻ വരരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ, ഇത്രയും പ്രോസസ്സ് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. അപ്പോൾ നേരത്തെ പറഞ്ഞ രണ്ട് പകുതി നമുക്ക് ഒരൊറ്റ സ്ലൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ സി ദിസ് ഇസ് ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ക്യൂ സൈക്കിൾ, ദിസ് ഇസ് ദ സെക്കൻഡ് ഹാഫ്. അപ്പോൾ ആ നേരത്തെ പറഞ്ഞ അതേ പ്രോസസ്സ് ഒന്നുകൂടെ പറയാം. ഒരു QH2 മോളിക്യൂളിൽ നിന്നും ഇലക്ട്രോൺ അയൺ സൾഫർ പ്രോട്ടീൻ വഴി സൈറ്റോക്രോം C1 വഴി സിയിലേക്ക് എത്തി. അങ്ങനെ ഇലക്ട്രോൺ നഷ്ടപ്പെട്ട QH2 നിന്ന് സെമി ക്വിനോണായി. സെമി ക്വിനോൺ അതിൻ്റെ ഇലക്ട്രോൺ കളഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ബിക്കംസ് ക്വിനോൺ. സോ ഒരു QH2ൽ നിന്നും ഒരു ക്വിനോൺ ഉണ്ടായി. ഇനി ഇലക്ട്രോൺ എങ്ങോട്ട് പോയി? സൈറ്റോക്രോം BL വഴി വേറൊരു ക്വിനോണിലേക്ക് പോയി, വേറൊരു യൂബിക്വിനോണിലേക്ക് പോയി. അപ്പോൾ അതെന്തുണ്ടാക്കി? സെമി ക്വിനോൺ ഉണ്ടാക്കി. ഇനി ഇത്രയും ഒരു കഥ. ഇനി ഇതല്ല ഇതെന്ന് ഓർത്തോണം. ദിസ് ഇസ് അനദർ QH2 മോളിക്യൂൾ. ആ QH2 മോളിക്യൂളിൽ നിന്നും ഇലക്ട്രോൺ അയൺ സൾഫർ വഴി സൈറ്റോക്രോം C1 വഴി സിയിലേക്ക് എത്തി. ഓക്കെ, ഇലക്ട്രോൺ നഷ്ടപ്പെട്ട QH2 എന്താ? സെമി ക്വിനോൺ. സെമി ക്വിനോൺ അതിൻ്റെ ഇലക്ട്രോൺ കളഞ്ഞാൽ അതെന്താവും? വേറൊരു ക്വിനോണായിട്ട് മാറി. അപ്പോൾ ഇവിടെ നടന്ന ഒരു കൺവേർഷൻ പോലെ തന്നെ ഇവിടെ ഒരു കൺവേർഷൻ നടന്നേക്കുക. അപ്പോൾ QH2 Q ആയിട്ട് മാറി, ഇവിടെയും QH2 Q ആയിട്ട് മാറി. ഈ ഇലക്ട്രോൺ ആർക്ക് കൊടുക്കും? BL വഴി BH വഴി നേരത്തെ ഉണ്ടായ സെമി ക്വിനോണിലേക്ക് കൊടുക്കുമ്പോൾ അത് QH2 ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓവറോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് QH2, ഇതൊന്ന് രണ്ട് QH2 രണ്ട് ക്വിനോൺ ഉണ്ടാക്കി. ഓക്കെ, ഒരു ഒരു QH2 ഉണ്ടാക്കി. അപ്പോൾ രണ്ട് QH2 ഉപയോഗിച്ചപ്പോൾ ഒരു QH2 ഉണ്ടായി. എന്നുവെച്ചാൽ നമ്മൾ ഫലത്തിൽ എന്ത് പറയാം? ഒരു QH2 യൂട്ടിലൈസ് ചെയ്ത പോലല്ലേ വരത്തുള്ളൂ ഫലത്തിൽ. അപ്പോൾ ഒരു QH2ൽ നിന്നും രണ്ട് ഇലക്ട്രോൺ സൈറ്റോക്രോം സിയിലേക്ക് വളരെ സേഫായിട്ട് എത്തിച്ചിരിക്കുക. മനസ്സിലാകുന്നുണ്ട്? ഇതാണ് ക്യൂ സൈക്കിൾ എന്ന് പറയുന്നത്. നമുക്ക് ഓവറോൾ ആയിട്ട് പറഞ്ഞാൽ ഇതാണ് പ്രോസസ്സ്. അപ്പോൾ ക്യൂ സൈക്കിളിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഫണൽസ് ഇലക്ട്രോൺ ഫ്രം എ ടു ഇലക്ട്രോൺ കാരിയർ. ആരാണ്? Q ഈസ് എ 2 ഇലക്ട്രോൺ കാരിയർ. 2 ഇലക്ട്രോൺ കാരിയറായ യൂബിക്വിനോണിൽ നിന്നും സൈറ്റോക്രോം C 1 ഇലക്ട്രോൺ കാരിയർ ആണ്. അപ്പോൾ 1 ഇലക്ട്രോൺ കാരിയർ ആൻഡ് ഇറ്റ് ഓൾസോ പംപ്സ് പ്രോട്ടോൺസ്. ഇതാണ് ക്യൂ സൈക്കിളിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ?
അപ്പോൾ നേരത്തെ പറഞ്ഞ എക്സ്പ്ലനേഷൻ മുഴുവൻ ഇവിടെ ഉണ്ട്. അത് നിങ്ങൾ വായിച്ചാൽ മതി. ഇതൊന്ന് പോസ് ചെയ്തിട്ട് വായിച്ചാൽ മതി. ഇനി ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇലക്ട്രോൺസ് അയൺ സൾഫറിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞില്ലേ, ആ അയൺ സൾഫറിൻ്റെ പേരാണ് റിസ്കി പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് കോൾഡ് റിസ്കി പ്രോട്ടീൻ. ആൻഡ് റിസ്കി പ്രോട്ടീൻസ് ആർ അയൺ സൾഫർ പ്രോട്ടീൻസ് വിച്ച് ഇസ് കമ്പോണൻറ്റ് ഓഫ് സൈറ്റോക്രോം B7 കോംപ്ലക്സ് എന്ന് വെച്ചാൽ കോംപ്ലക്സ് 3. ഇനി നിങ്ങൾ പിന്നീട് ഫോട്ടോസിന്തസിസ് പഠിക്കുമ്പോൾ ഒരു B6F കോംപ്ലക്സ് പഠിക്കും. അതിൻ്റെ അയൺ സൾഫർ പ്രോട്ടീനെ നമ്മൾ റിസ്കി പ്രോട്ടീൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഇതൊന്ന് വായിച്ച് ഞാനൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. നേരത്തെ പറഞ്ഞ അതേ കാര്യം നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. സി സെക്കൻഡ് ഇലക്ട്രോൺ പാസസ് ത്രൂ 2 ഹീം ഗ്രൂപ്പ്സ്. ആ നേരത്തെ പറഞ്ഞ അതേ കാര്യം ഇവിടെ നമുക്ക് എടുത്തു പറയാനുള്ളത് ക്വിനോൺ മോളിക്യൂൾ ഇസ് റെഡ്യൂസ് ടു സെമി ക്വിനോൺ റാഡിക്കൽ ബൈ ദി ഇലക്ട്രോൺ ഫ്രം ദി ഫസ്റ്റ് QH2. ശരിയല്ലേ? ആദ്യത്തെ QH2യിൽ നിന്നും എവിടെ പറഞ്ഞ ആ കാര്യം, ആദ്യത്തെ QH2യിൽ നിന്നും ഇലക്ട്രോൺ ഒരു ക്വിനോണിനെ സെമി ക്വിനോൺ ആയിട്ട് മാറ്റി. അടുത്ത QH2യിൽ നിന്ന് ഇലക്ട്രോൺ വരുമ്പോഴാണ് സെമി ക്വിനോൺ ഫുൾ ക്വിനോൺ ആയിട്ട് മാറുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങളത് വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ദിസ് ക്വിനോൺ മോളിക്യൂൾ ഇസ് റെഡ്യൂസ് ടു സെമി ക്വിനോൺ by the electron from the first QH2. On the addition of electron from the second QH2, this semiquinone radical takes up 2 proton from the metric side to form QH2. അപ്പം ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ 2 QH2 യൂട്ടിലൈസ് ചെയ്തു, ഒരു QH2 ഉണ്ടായി. ഓക്കെ, ഈ 2 QH2 യൂട്ടിലൈസ് ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ പ്രോട്ടോൺ എന്ന് പറയുന്നത് സൈറ്റോപ്ലാസ്മിക് സൈഡിൽ നിന്നും മെട്രിക് സൈഡിലേക്ക് പോവുക. ഇവിടെ മെട്രിക് സൈഡിൽ നിന്നും അത് പ്രോട്ടോൺ എടുക്കുകയാണ്. ഫലത്തിൽ പറഞ്ഞാൽ 4 protons are released on the cytoplasmic side of the inner membrane and 2 protons are removed from the mitochondrial matrix. മൊത്തത്തിൽ നമുക്ക് എന്ത് പറയാം, ഫലത്തിൽ നമുക്ക് എന്ത് പറയാം, 2 protons are pumped from metric side of the inner membrane to the cytoplasmic side of the inner membrane. ഓക്കെ, അപ്പോൾ Q സൈക്കിളിൽ എന്താ സംഭവിക്കുന്നത്, 2 QH2 molecules are oxidized to 2Q and 1 Q is reduced to 1 QH2. ഇതാണ് Q സൈക്കിളിൽ സംഭവിക്കുന്നത്. ഇത്രയും കോംപ്ലക്സ് ആയിട്ട് ഈ പ്രോസസ്സ് എന്തിനു നടക്കുന്നു എന്ന് വെച്ചാൽ 2 ഇലക്ട്രോൺ ക്യാരിയറായ QH2യിൽ നിന്നും 1 ഇലക്ട്രോൺ ക്യാരിയറായ സൈറ്റോക്രോം സിയിലേക്ക് സെമിക്വിനോൺ ഫ്രീ റാഡിക്കൽ ഉണ്ടാകാതെ വളരെ സേഫ് ആയിട്ട് ഇലക്ട്രോൺ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോസസ്സ് ഇത്രയും കോംപ്ലക്സ് ആയിട്ട് നടത്തുന്നത്, ടു അവോയ്ഡ് ദി ഫോർമേഷൻ ഓഫ് ഫ്രീ റാഡിക്കൽ. ക്ലിയർ? ഇനി നമുക്ക് ആ നേരത്തെ പറഞ്ഞ ആ ഒരു കൺവേർഷൻ നമുക്കിവിടെ ഒന്നുകൂടെ നോക്കാം. ഓക്കെ, ഒരു സെമിക്വിനോൺ Q ആയപ്പോഴത്തേക്ക് സൈറ്റോക്രോം B ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ളത് റെഡ്യൂസ്ഡ് ആയി. നിങ്ങൾ ആ പ്രോസസ്സ് നോക്കിയാൽ മതി. ആ Q സൈക്കിളിൻ്റെ ഒരു ഭാഗം ഈ താഴത്തെ ഭാഗത്തായിട്ട് വരച്ചില്ലേ, എഴുതിയിരുന്നില്ലേ, അത് തന്നെ. സെമിക്വിനോൺ Q ആയപ്പോഴത്തേക്ക് സൈറ്റോക്രോം B ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ളത് സൈറ്റോക്രോം B റെഡ്യൂസ്ഡ് ആയിട്ട് മാറി. ഈ റെഡ്യൂസ്ഡ് പഴയ പോലെ ഓക്സിഡൈസ്ഡ് ആയപ്പോഴത്തേക്ക് വേറൊരു സെമിക്വിനോൺ QH2 ആയിട്ട് മാറി. ഇനി QH2 സെമിക്വിനോൺ ആവും. ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. മാറിയപ്പോഴത്തേക്ക് അയൺ സൾഫർ പ്രോട്ടീൻ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ളത് റെഡ്യൂസ്ഡ് ആയിട്ട് മാറി. ഇത് തിരിച്ച് പഴയ പോലെ ഓക്സിഡൈസ് ചെയ്തപ്പോഴത്തേക്ക് സൈറ്റോക്രോം C1 ഗെറ്റ്സ് റെഡ്യൂസ്ഡ്. തിരിച്ച് C1 റെഡ്യൂസ് ചെയ്തത് ഓക്സിഡൈസ്ഡ് ആകുമ്പോഴത്തേക്ക് ഫൈനലി സൈറ്റോക്രോം C ഈസ് റെഡ്യൂസ്ഡ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, Qയിൽ നിന്നും ഇലക്ട്രോൺ സൈറ്റോക്രോം സിയിലേക്ക് എത്തി. സോ സൈറ്റോക്രോം C ഈസ് നൗ റെഡ്യൂസ്ഡ് ആൻഡ് ദിസ് മച്ച് പാർട്ട്, അതായത് സൈറ്റോക്രോം B, റിസ്കി പ്രോട്ടീൻ, അയൺ സൾഫർ പ്രോട്ടീൻ, ഇത് റിസ്കി പ്രോട്ടീൻ, സൈറ്റോക്രോം C1, ഇതെല്ലാം സൈറ്റോക്രോം ഓഫ് റിഡക്റ്റേസ് അഥവാ കോംപ്ലക്സ് 3യുടെ കമ്പോണൻസ് ആണ്. ക്ലിയർ? ഇത്രയും ക്ലിയർ ആയോ? So the flow of a pair of electron from this complex will lead to net transport of 2H plus to the cytoplasmic side. അപ്പോൾ കോംപ്ലക്സ് 1ൽ കൂടെ ഇലക്ട്രോൺ പാസ് ചെയ്തപ്പോൾ എത്ര പ്രോട്ടോൺസ് ആണ് പമ്പ് ചെയ്തത്? 4 പ്രോട്ടോൺസ് ആണ്. കോംപ്ലക്സ് 3 കൂടെ ഇലക്ട്രോൺ പാസ് ചെയ്യുമ്പോൾ 2 പ്രോട്ടോൺസ് സൈറ്റോപ്ലാസ്മിക് സൈഡിലേക്ക് പമ്പ് ചെയ്യപ്പെടും. അത് അതിൻ്റെ റീസൺസ് ഇവിടെ 2H+ ആയിപ്പോയെന്ന് വെച്ചാൽ ദി തെർമോഡൈനമിക് ഡ്രൈവിംഗ് ഫോഴ്സ് ഇസ് സ്മോളർ ദാൻ ദാറ്റ് ഓഫ് കോംപ്ലക്സ് 1. ഇത്രേ ഉള്ളൂ. ഇത്രയും ക്ലിയർ ആയോ? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച Q സൈക്കിള് ഒരു ഓവറോൾ ആയിട്ട് ഒരു സ്കീമാറ്റിക് ആയിട്ട് എങ്ങനെ ആണെന്നുള്ളത് നമുക്ക് നോക്കാം. See, as I told, Q cycle has got 2 halves, first half ഉം second half ഉം. അപ്പോൾ first half of Q cycle നടക്കുന്ന എന്താണ്, second half of Q cycle നടക്കുന്ന എന്താണ്, നമ്മൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു സ്റ്റെപ്പായിട്ട് കണ്ടു. ഇത് ഓവറോൾ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ്. ഇപ്പോൾ ആദ്യം നമ്മൾ തുടങ്ങിയത് എങ്ങനെയായിരുന്നു, ഒരു QH2ൽ നിന്നും അല്ലെ, ഒരു ബൗണ്ട് QH2ൽ നിന്നും ആണ് തുടങ്ങിയത്. അപ്പോൾ ആ ഓവറോൾ റിയാക്ഷനിൽ 1 ബൗണ്ട് QH2 ഈസ് ഓക്സിഡൈസ് ടു Q അല്ലേ. അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ആ പ്രീവിയസ് ആയിട്ടുള്ള റിയാക്ഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച ആ റിയാക്ഷൻ നോക്കിയാൽ മതി. ഒരു QH2 Q ആയിട്ട് കൺവേർട്ട് ചെയ്യണം.
അതിൽ അങ്ങനെ കൺവേർഷൻ നടക്കുമ്പോഴത്തേക്ക് വേറൊരു ക്യൂ, നിങ്ങൾ ആ മുകളിലായിട്ട് വരച്ച ഓർമ്മയുണ്ടോ, എഴുതിയത് ഓർമ്മയുണ്ടോ? അപ്പം വേറൊരു യൂബിക്വിനോൺ ഇസ് കൺവേർട്ടഡ് ടു സെമി ക്വിനോൺ. ഓക്കെ, സോ 1 ഇലക്ട്രോൺ, ഇത് QH2 ക്യൂ ആകണമെങ്കിൽ 2 ഇലക്ട്രോൺ അത് കൊടുക്കണം. ഇറ്റ് ഹാസ് ടു ഗെറ്റ് റിഡ് ഓഫ് 2 ഇലക്ട്രോൺസ്. അപ്പം QH2 2 ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോഴാണ് ക്യൂ ആകുന്നത്. അപ്പോൾ 1 ഇലക്ട്രോൺ എങ്ങോട്ട് പോകുന്നു? വേറൊരു യൂബിക്വിനോണിലേക്ക് പോകുന്നു. ദാറ്റ് ഈസ് കൺവേർട്ടഡ് ടു സെമി ക്വിനോൺ. അനദർ ഇലക്ട്രോൺ ഗോസ് ടു സൈറ്റോക്രോം C ത്രൂ C1. നമ്മൾ ഈ റിയാക്ഷൻ കഴിഞ്ഞ ദിവസം കണ്ടതാണ് അല്ലേ? ഇങ്ങനെ QH2 ക്യൂ ആകുമ്പോഴത്തേക്ക് 2H+ അവിടെ മാറി. ഓക്കെ, ആൻഡ് ദിസ് ക്യൂ ഗോസ് ടു ദി ക്യൂ പൂൾ, ദാറ്റ് ഈസ് യൂബിക്വിനോൺ പൂളിലേക്ക് ഈ ക്യൂനോൺ പോകും. അപ്പോൾ പല ക്യൂനോൺസും വന്ന് ദേ ആർ പ്ലേയിങ് ദർ റോൾസ്. അപ്പോൾ ആ ക്യൂ പൂളിൽ നിന്നാണ് ഓരോ ക്യൂനോൺ വന്ന് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്യൂ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ദിസ് ഗോസ് ടു ദി ക്യൂ പൂൾ. ഇനി അനദർ മോളിക്യൂൾ ഓഫ് QH2, ബൗണ്ട് QH2 ഈസ് കൺവേർട്ടഡ് ടു ക്യൂ. എഗെയിൻ എങ്ങനെ? 2 ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ട്. ആ 2 ഇലക്ട്രോൺ എങ്ങനെ നഷ്ടപ്പെടും? ഒരാൾ ഇവിടെ ഉണ്ടായ സെമി ക്വിനോണിലേക്ക് ഇലക്ട്രോൺ പോകുമ്പോൾ അതിനെ QH2 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. വേറൊരു ഇലക്ട്രോൺ എഗെയിൻ സൈറ്റോക്രോം C1 വഴി സിയിലേക്ക് പോവുക. അപ്പോൾ ഈ പ്രോസസ്സിൽ മാത്രം മെട്രിക് സൈഡിൽ നിന്നും 2H+ എടുത്തിട്ട് സൈറ്റോസോളിക് സൈഡിലേക്ക് പമ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതിൻ്റെ ഓവറോൾ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ QH2 എല്ലാം ക്യൂ പൂളിലേക്ക് പോവുക. ക്യൂ പൂളിൽ നിന്നാണ് ഈ ഓരോരുത്തരും വന്ന് അവരുടെ റോളും പ്ലേ ചെയ്തിട്ട് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം പഠിച്ചതിൻ്റെ ഓവറോൾ ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു 4 മാർക്സിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഈ ക്യൂ സൈക്കിൾ. മറ്റേതും കറക്റ്റ് എക്സ്പ്ലനേഷൻ. ഇത് രണ്ടും വെച്ച് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതൊന്ന് വായിച്ച് നോക്കിയാൽ മതി. ആ നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇവിടെ ഇലക്ട്രോണിൻ്റെ ട്രാൻസ്ഫർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. റെഡ് ആരോ മാർക്ക് എന്ന് വെച്ചാൽ ഇലക്ട്രോണിൻ്റെ മൂവ്മെൻ്റ് ആണ് കാണിച്ചേക്കുന്നത്. ക്ലിയർ? ഇത് വായിച്ചാൽ മതി. സോ നമ്മൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ we learned the transfer of electron from NADH and FADH through complex 1, 2, 3 and which finally reaches cytochrome C. അല്ലേ? ഇപ്പോൾ ഇലക്ട്രോൺസ് ഇപ്പം സൈറ്റോക്രോം സിയിൽ എത്തി നിൽക്കുകയാണ്. ഇനി ഇലക്ട്രോൺസ് സൈറ്റോക്രോം സിയിൽ നിന്നും ഫൈനലി ഓക്സിജനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഏത് വഴി? കോംപ്ലക്സ് 4 വഴി. അപ്പോൾ ഇന്ന് നമ്മൾ കോംപ്ലക്സ് 4 ആയിരിക്കും പഠിക്കുക. അപ്പോൾ ആ സീക്വൻസ് ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നത് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി, നമ്മൾ എന്താണ് ഇപ്പോൾ പഠിച്ചതെന്നുള്ളതിൻ്റെ ഒരു പാത്ത് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം സൈറ്റോക്രോം C ടു ഓക്സിജൻ. ഹൗ ഓക്സിജൻ ഈസ് റിഡ്യൂസ്ഡ് ബൈ കോംപ്ലക്സ് 4. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി സൈറ്റോക്രോം C, ദാറ്റ് ഈസ് C ഓക്സിഡേസ്, ദാറ്റ് ഈസ് കോംപ്ലക്സ് 4. അതിൻ്റെ പേരാണ് സൈറ്റോക്രോം C ഓക്സിഡേസ്. ഇതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള കോംപ്ലക്സ് എന്താണ്? കോംപ്ലക്സ് 3 ഓർ സൈറ്റോക്രോം റിഡക്ടേസ്. വാട്ട് ഈസ് ഇറ്റ്സ് ഫംഗ്ഷൻ? ഇറ്റ് റെഡ്യൂസസ് മോളിക്കുലർ ഓക്സിജൻ ടു വാട്ടർ. ഓക്കെ, അപ്പോൾ ഈ മോളിക്കുലർ ഓക്സിജനെ വാട്ടർ ആക്കുന്ന ഫംഗ്ഷനാണ് കോംപ്ലക്സ് 4 ആയ സൈറ്റോക്രോം ഓക്സിഡേസ് അഥവാ സൈറ്റോക്രോം C ഓക്സിഡേസിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ആ ഒരു ഓവറോൾ റിയാക്ഷൻ നിങ്ങൾ ഇപ്പോൾ ഇത് കാണുക. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്ന സ്ലൈഡുകളിൽ വരും. ദിസ് ഇസ് ഹൗ സൈറ്റോക്രോം C റെഡ്യൂസസ് ഓക്സിജൻ. എന്ന് വെച്ചാൽ ഒരു മോളിക്കുലർ ഓക്സിജനെ 2 മോളിക്കുലർ ഓഫ് വാട്ടർ ആയിട്ട് മാറ്റുന്നതാണ് സൈറ്റോക്രോം Cയുടെ ഫംഗ്ഷൻ. അപ്പം ഒരു സൈറ്റോക്രോം Cക്ക് 1 ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് ഒരു ഓക്സിജനെ 2 വാട്ടർ ആക്കണമെങ്കിൽ നമുക്ക് 4 ഇലക്ട്രോൺ വേണം. അപ്പം 4 സൈറ്റോക്രോം C വിൽ കൺവേർട്ട് 1 മോളിക്കുലർ ഓക്സിജൻ ടു 2 water molecules. ഇങ്ങനെ ഈ പ്രോസസ്സിനിടയ്ക്ക് 4H+ ആർ പംപ്ഡ് ഫ്രം മെട്രിക് സൈഡ് ടു സൈറ്റോപ്ലാസ്മിക് സൈഡ് ഓഫ് ഇന്നർ മെംബ്രെയിൻ. ഈ സൈറ്റോപ്ലാസ്മിക് സൈഡ് ഓഫ് ഇന്നർ മെംബ്രെയിൻ എന്ന് പറയുന്നത് ശരിക്കും ഇന്റർ മെംബ്രെയിൻ സ്പേസ് ആണ്. ശരി, നമ്മൾ മൈറ്റോകോൺഡ്രിയയുടെ സ്ട്രക്ചർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്നർ മെംബ്രെയിൻ്റെയും ഔട്ടർ മെംബ്രെയിൻ്റെയും ഇടയ്ക്കുള്ള സ്പേസിനെയാണ് ഇന്റർ മെംബ്രെയിൻ സ്പേസ് എന്ന് പറയുന്നത്. അപ്പം മെട്രിക്സിൽ നിന്നും സൈറ്റോപ്ലാസ്മിക് സൈഡിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ മെട്രിക്സിൽ നിന്നും ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് പോയി എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി ഇവിടെ ഈ ഓക്സിജൻ്റെ ഈ റിക്വയർമെൻറ്റ് കണ്ടല്ലോ. ഇവിടെ ഓക്സിജൻ ആണ് ഫൈനലി ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഫൈനൽ അക്സെപ്റ്റർ ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ ഈ ഓക്സിജൻ്റെ ഈ ഒരു ഇൻവോൾവ്മെൻ്റ് ആണ് എയറോബിക് ഓർഗാനിസത്തിനെ എയറോബിക് എന്ന് വിളിക്കാൻ കാര്യം. അപ്പോൾ നമ്മൾ ഓക്സിജൻ ശ്വസിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഈ ഓക്സിജൻ ഓരോ സെല്ലിലും പോയി ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ ഇൻവോൾവ് ആയിട്ട് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ്റെ ഫൈനൽ സ്റ്റെപ്പ് നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓക്സിജൻ ബ്രീത്ത് ചെയ്യുന്നത്. മനസ്സിലായോ? സോ ദിസ് പ്രോസസ് ഇസ് ഓൾസോ കോൾഡ് റെസ്പിറേഷൻ. ഓക്സിജൻ ഇസ് യൂട്ടിലൈസ്ഡ്. ക്ലിയർ? അപ്പം ഈ പ്രോസസ്സിൽ നടക്കുന്ന എന്താ? 4 ഇലക്ട്രോൺസ് ആർ ഫണൽ ടു ഓക്സിജൻ ടു കംപ്ലീറ്റ്ലി റിഡ്യൂസ് ടു വാട്ടർ. ഓക്കെ, ഇതിൻ്റെ കൂടെ തന്നെ പ്രോട്ടോൺസ് ആർ പമ്പ് ഫ്രം നേരത്തെ പറഞ്ഞ പോലെ മെട്രിക്സ് ടു സൈറ്റോപ്ലാസ്മിക് സൈറ്റ് അല്ലെങ്കിൽ മെട്രിക്സ് ടു ഇന്റർ മെംബ്രെയിൻ സ്പേസ് ഓഫ് മൈറ്റോകോൺഡ്രിയ. ഇനി സൈറ്റോക്രോം C ഓക്സിഡേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ
നല്ലോണം സ്റ്റഡി ചെയ്തേക്കുന്ന സൈറ്റോക്രോം സി ഓക്സിഡേസ് എന്ന് വെച്ചാൽ ബൊവൈൻ ഓക്സിഡേസ് ആണ്. അതിന് ഏതാണ്ട് 13 സബ് യൂണിറ്റ്സോളം ഉണ്ട്. അതിൽ സബ് യൂണിറ്റ് റോമൻ 1, 2, 3, 4 എഴുതുന്നത്. അതിൽ 1, 2, 3 ആണെങ്കിൽ മൈറ്റോകോൺട്രിയയ്ക്ക് സ്വന്തമായിട്ട് ജീനോം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും, പഠിച്ചിട്ടുണ്ടല്ലോ S3യിൽ. അപ്പം ക്ലോറോപ്ലാസ്റ്റ് മൈറ്റോകോൺട്രിയയ്ക്കൊക്കെ സ്വന്തമായിട്ട് ജീനോം ഉള്ളതാണ്. മൈറ്റോകോൺട്രിയയുടെ ജീനാണ് ഈ സൈറ്റോക്രോം ഓക്സിഡേസിൻ്റെ ആദ്യത്തെ 3 സബ് യൂണിറ്റിനെ കോഡ് ചെയ്യുന്നത്. ക്ലിയർ? അതിൽ മൈറ്റോകോൺട്രിയൽ ജീനിൽ നിന്നുണ്ടാകുന്ന പ്രോട്ടീൻസാണ് സബ് യൂണിറ്റ് 1, 2, 3. ഇനി ഈ സൈറ്റോക്രോം ഓക്സിഡേസിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ഹീം എ ഗ്രൂപ്പ് ആൻഡ് 3 കോപ്പർ അയോൺസ്. അപ്പോൾ അതിന് ഹീം എ ഗ്രൂപ്പും ഉണ്ട്, കോപ്പർ അയോൺസും ഉണ്ട്. 2 ഹീം എ ഗ്രൂപ്പും 3 കോപ്പർ അയോൺസും ഉണ്ട്. അതിൽ 3 കോപ്പർ അയോൺ എന്ന് പറയുന്നത് 2 CuA ആണ്. ഓക്കെ, മൊത്തത്തിൽ 3 കോപ്പർ അയോൺസ് ഉണ്ട്. അതിൻ്റെ പേരുകളാണ് CuA ആൻഡ് CuB. CuA 2 CuB 1 ഉള്ളത്. ക്ലിയർ? ഇനി CuA എന്ന് പറയുന്നത് അത് ഇവിടെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഒരു അറിവിനായിട്ടാണ് ഹൗ ഇറ്റ് ഈസ് പ്ലേസ്ഡ് എന്നുള്ളത്. ആ പിക്ചർ ഞാൻ കാണിച്ചു തരാം. ദിസ് ഇസ് ദി സ്ട്രക്ചർ. ഈ സ്ട്രക്ചർ പഠിക്കേണ്ട കാര്യമില്ല, ബട്ട് യു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, CuA ഇങ്ങനെ സിസ്റ്റീനുമായിട്ട് കണക്ട് ചെയ്തായിരിക്കുന്നത്, ഇങ്ങനെ ലിങ്ക് ചെയ്താണ് ഇരിക്കുന്നത്. ഇതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഓക്കെ, CuA ഇപ്പോൾ 2 കോപ്പർ ആയില്ലേ. ഇനി അടുത്ത ഹീം എ എന്ന് പറഞ്ഞില്ലേ, ഇവിടെ ഹീം ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞില്ലേ, അത് 2 ടൈപ്പ് ഉണ്ട്. ഹീം സ്മോൾ എയും ഹീം A3യും 2 ഹീമാണ്. ഹീം എ ആണ്, ഹീം എ ആൻഡ് ഹീം A3. ഹീം എ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഓക്കെ, ഇനി ഹീം A3യും കോപ്പർ ബിയും അടുത്തടുത്താണ് നിൽക്കുന്നത്, പ്രോക്സിമലായിട്ടാണ് നിൽക്കുന്നത്. കോപ്പർ ബി എന്ന് പറയുന്നത് ഹിസ്റ്റഡീനുമായിട്ട് ലിങ്ക്ഡാണ്. ഇപ്പോൾ ഇത് നിങ്ങളുടെ ഒരു അറിവിനായിട്ട് പറയുന്നതാണ്, നമ്മൾ അറിഞ്ഞിരിക്കണം ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത്. ദിസ് ഇസ് ഹൗ ഇറ്റ് ഇസ് പ്ലേസ്ഡ്. സി, അതിൻ്റെ ലൊക്കേഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെയാണ് ഇത് കാണുന്നത്, ഇവിടെയാണ് ഇത് കാണുന്നത്, ഇവിടെയാണ് ഇത് കാണുന്നത്. ദിസ് ഇസ് ഹൗ ഇറ്റ് ഇസ് ലൊക്കേറ്റഡ് ഇൻ ദി സൈറ്റോക്രോം സി ഓക്സിഡേസ് കോംപ്ലെക്സ്. ക്ലിയർ? അപ്പോൾ ആ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ദർ ആർ 2 ഹീം എ ആൻഡ് ഹീം A3 ഇൻ സൈറ്റോക്രോം ഓക്സിഡേസ്. ഇനി നമ്മുടെ സൈറ്റോക്രോം സിയും C1ഉം ഒക്കെ ഹീം കണ്ടെയ്നിങ് പ്രോട്ടീൻസ് ആണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഹീം അവിടുത്തെ ഹീമുമായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചുമ്മാ ഇവിടെ നിന്ന് മെൻഷൻ ചെയ്തേക്കുക. നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കുക. ഹീമിൻ്റെ സ്ട്രക്ചർ ഇതാണ്. ജനറലി ഹീമിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഈ സൈഡ് ചെയിൻസിലുള്ള വേരിയേഷൻസ് ആണ് പല ഹീമിൻ്റെ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഹീമോഗ്ലോബിനുള്ള ഹീം ഈസ് ഡിഫറെൻറ്റ് ഫ്രം സൈറ്റോക്രോമിലുള്ള ഹീം. അപ്പോൾ ഓരോന്നിനും ഓരോ ഹീം സൈഡ് ഗ്രൂപ്പ്സ് വേറെ ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഫോമൈൽ ഗ്രൂപ്പ് റീപ്ലേസസ് മീഥൈൽ ഗ്രൂപ്പ്, C17 ഹൈഡ്രോകാർബൺ ചെയിൻ റീപ്ലേസസ് വിനൈൽ ഗ്രൂപ്പ്, ഹീം ഇസ് നോട്ട് കോവലൻ്റ്ലി അറ്റാച്ച്ഡ് ടു പ്രോട്ടീൻ. ഇങ്ങനത്തെ ചില സ്പെഷ്യാലിറ്റീസ്, ഇതെല്ലാം ഹീം ഗ്രൂപ്പ്സ് ആണ്, ഹീം പ്രോസ്റ്ററ്റിക് ഗ്രൂപ്പ്സ് ആണ്. അത് ഹീമോഗ്ലോബിനിൽ ഒരു ഹീം പ്രോസ്റ്ററ്റിക് ഗ്രൂപ്പ് ഉണ്ട്, സൈറ്റോക്രോം സിയിലും C1ലും ഒക്കെ ഹീം ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഒരു ഹീം ഗ്രൂപ്പ് ഉണ്ട്, ഓക്സിഡേസിലുള്ള ഹീം എ ഗ്രൂപ്പ് ഉണ്ട്. ഇതിലുള്ള സൈഡ് ചെയിൻസിൻ്റെ വേരിയേഷൻസ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. ക്ലിയർ? ദിസ് ഇസ് ദി സ്ട്രക്ചർ ഓഫ് ഹീം. ക്ലിയർ? അതിന് സെൻട്രൽ മോളിക്യൂൾ അയൺ ആണ്. ഇപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഇലക്ട്രോൺ ക്യാരിയേഴ്സ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മോളിക്യൂൾസും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും അയൺ ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണ് നേച്ചർ അങ്ങനെ സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ, ഇതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഉണ്ട്. ഇപ്പോൾ Fe തന്നെയാണെങ്കിൽ Fe2+ ഉണ്ട്, Fe3+ ഉണ്ട്. അപ്പോൾ ഇലക്ട്രോൺ കൊടുക്കാനും എടുക്കാനും ഇവർക്ക് പറ്റും. ഓക്കെ, Fe3+ ഒരു ഇലക്ട്രോൺ എടുത്തു കഴിഞ്ഞാൽ അത് Fe2+ ആവും, ഒരു ഇലക്ട്രോൺ കൊടുത്തു കഴിഞ്ഞാൽ Fe3+ ആവും. അല്ല, അവിടെ സൂപ്പർ ഓക്സൈഡ് വെച്ചാൽ ഫ്രീ റാഡിക്കൽ ജനറേഷൻ ഇല്ല. അപ്പോൾ ഫ്രീ റാഡിക്കൽ ജനറേഷൻ ഇല്ലാതെ ഈ ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഉള്ള മോളിക്യൂൾസ് ആണ്, ആറ്റംസ് ആണ്, അല്ലെങ്കിൽ അയോൺസ് ആണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ ഇൻവോൾവ് ആയിട്ടുള്ളതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി കോംപ്ലക്സ് 4ൻ്റെ ഒരു പ്രത്യേകത ആണ്, ഈ അയൺ കൂടാതെ അവർക്ക് കോപ്പറും ഉണ്ട്. കോപ്പറിന് നിങ്ങൾക്കറിയാം, കോപ്പർ ഓൾസോ ഹാസ് ഗോട്ട് ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്, Cu+ഉം Cu2+ഉം. അവിടെ Cu2+ ഒരു ഇലക്ട്രോൺ എടുത്തു കഴിഞ്ഞാൽ Cu+ ആവും, Cu+ ഒരു ഇലക്ട്രോൺ കൊടുത്തു കഴിഞ്ഞാൽ Cu2+ ആവും. സേഫായിട്ട് ഹാൻഡ്ലിങ് ഓഫ് ഇലക്ട്രോൺ ആണ്. അവിടെ നമുക്ക് ഫ്രീ റാഡിക്കൽ ഫോർമേഷൻ ഇല്ല. അപ്പം അത് നേച്ചറിൻ്റെ വളരെ ബുദ്ധിപൂർവമായ സെലക്ഷനാണ്. ദറ്റ് ഇറ്റ് ഹാസ് യൂസ്ഡ് ദീസ് അയോൺസ് വിച്ച് ഹാസ് ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്. സേഫ് ട്രാൻസ്പോർട്ട് ഓഫ് ഇലക്ട്രോൺസിന് വേണ്ടിയിട്ടാണ് ഈ അയോൺസിനെ സെലക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആ കോംപ്ലക്സ് 4ൽ നടക്കുന്ന ഈവൻറ്റ്സ് നോക്കാം. ഓക്കെ, ഇത് കാണുമ്പം ഭയക്കരുത്, വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പം വാട്ട് ആർ ദി ഈവൻറ്റ്സ് ഹാപ്പനിങ് ഇൻ കോംപ്ലക്സ് 4 ആൻഡ് ഹൗ ഇസ് ഓക്സിജൻ റെഡ്യൂസ് ടു വാട്ടർ മോളിക്യൂൾ, അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാം അയണും ഉണ്ട് കോപ്പറും ഉണ്ട്. അപ്പം യു ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ഹിയർ. ഓക്കെ, അയൺ Fe3+ ഫോമിലും Cu2+ ഫോമിലും വരുന്നു. മൊത്തത്തിൽ 4 ഇലക്ട്രോൺ ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ, 4 സൈറ്റോക്രോംസി 4 ഇലക്ട്രോണിനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആദ്യത്തെ ഇലക്ട്രോൺ കയറി, അപ്പം Cu2+ Cu+ ആയി. അടുത്ത ഇലക്ട്രോൺ കയറിയപ്പം Fe3+ Fe2+ ആയി. ഓക്കെ, ഇനി ഓക്സിജൻ ആണ് വരുന്നത്. ഓക്സിജൻ കംസ് ഇൻ ടു റോൾ, ദാറ്റ് ലിങ്ക്സ് ടു Fe2+. ഓക്കെ, ഇതാണ് അടുത്ത സ്ട്രക്ചർ. ഇനി
ഈ ഓരോ ഓക്സിജനിൽ നിന്നും ഓരോ ഓക്സിജനിലേക്ക് ഇവിടുന്ന് ഈ Fe2+ നിന്നും Cu+ നിന്നും ഇലക്ട്രോൺ ഓക്സിജനിലേക്ക് പോയി. ഇതിവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് നടത്തില്ല, ഇവിടെ ഒരു മൈനസ് ചാർജ് ഉണ്ട് കേട്ടോ. ഇലക്ട്രോൺസ് ഇവിടുന്നും ഇങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഇലക്ട്രോൺസ് നഷ്ടപ്പെടുമ്പോൾ Fe2+, Fe3+ ആയി, Cu+, Cu2+ ആയി. അപ്പോൾ ഇവിടെ O- ആയി. ആൻഡ് ദിസ് സ്ട്രക്ചർ ഇസ് കോൾഡ് പെറോക്സി ഇന്റർമീഡിയറ്റ്. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ 2 ഇലക്ട്രോൺ 2 സൈറ്റോക്രോം C ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഇലക്ട്രോൺ കംസ് ആൻഡ് 2 പ്രോട്ടോൺസ് ഓൾസോ കംസ് ഇൻ ടു പ്ലേ. ഒരു ഇലക്ട്രോണും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഇൻവോൾവ്മെൻറ്റ് കഴിയുമ്പോഴത്തേക്ക് 1 വാട്ടർ മോളിക്യൂൾ ഈസ് കണക്റ്റഡ് ടു Cu2+ ആൻഡ് ദിസ് എ ഫെറൈൽ ഇൻറ്റർമീഡിയറ്റ് ഇസ് ഫോംഡ്. Fe4+ എന്ന് പറയുന്നതാണ് ഫെറൈൽ ഇൻറ്റർമീഡിയറ്റ്. ദിസ് സ്ട്രക്ചർ ഇസ് ഫോംഡ്. ഓക്കെ, അപ്പോൾ ഒരു ഇലക്ട്രോണും 2 H+ കൂടെ വന്നു. ഇനി വീണ്ടും ഒരു ഇലക്ട്രോണും 3 ആയല്ലോ, ഇനി ഒരെണ്ണം കൂടെ മിച്ചം. ഒരു ഇലക്ട്രോണും പിന്നെ 2 H+ കൂടെ വരുമ്പോൾ മൊത്തം 4 ആയി. 2 H+ കൂടെ വരുമ്പോഴത്തേക്ക് ദിസ് വൺ ഡിറ്റാച്ചസ് ടു വാട്ടർ മോളിക്യൂൾ. പിന്നെ ഇവിടെയും ആ പ്രോട്ടോൺ വന്ന് 2 വാട്ടർ മോളിക്യൂൾ റിലീസ് ചെയ്യും. ഓക്കെ, ദിസ് ഈസ് ദ പ്രോസസ് ഹാപ്പനിങ് അറ്റ് കോംപ്ലക്സ് 4. സിമ്പിളായിട്ട് നമുക്കിത് കാണുമ്പം ഭയം തോന്നുമെങ്കിൽ വളരെ മനസ്സിലാക്കിയെടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഇനി ഇതിനെ കുറച്ചുകൂടെ നമുക്കൊരു ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഇതെന്ന് പറയുന്നത്. ഒരു പിക്ചോറിയലായിട്ട് നമുക്ക് കാണിക്കുന്നത്. നമ്മുടെ അയോൺസിൻ്റെ ആഡീഷനും ഒന്നും കാണിക്കുന്നില്ല, പിക്ചോറിയലായിട്ട് ഇത് കാണിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, ഇവിടെ ബ്ലൂവിൽ കാണിച്ചേക്കുന്നതെല്ലാം ഓക്സിഡൈസ്ഡ് ഫോമും പിങ്കിൽ കാണിച്ചേക്കുന്നതെല്ലാം റെഡ്യൂസ്ഡ് ഫോമുമാണ്. ഓക്കെ, അത് ഓർത്തോണം നിങ്ങൾ. പിങ്ക് കാണിക്കുന്നത് റെഡ്യൂസ്ഡ് ഫോമും. അപ്പം നമുക്ക് ഇത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി ഞാൻ എൻലാർജ് ചെയ്ത് കാണിക്കാം. സൈറ്റോക്രോം സിയിലാണ് കഥ തുടങ്ങുന്നത്. അപ്പോൾ 2 സൈറ്റോക്രോം സി വന്നു. 2 സൈറ്റോക്രോം സി 2 ഇലക്ട്രോണുമായിട്ട് വന്നു. അപ്പോൾ ഇലക്ട്രോണിൻ്റെ പാത്വേ ആണ് ഈ കാണിക്കുന്നത്. ഓക്കെ, ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ആദ്യം CuA 2 കോപ്പർ മോളിക്യൂൾസ് ഉണ്ട്, ഒരു ഹീമ ഉണ്ട്, ഒരു ഹീമA3 ഉണ്ട്, Cub ഉണ്ട്. സോ 2 മോളിക്യൂൾസ് ഓഫ് സൈറ്റോക്രോം സി വിൽ ട്രാൻസ്ഫർ ഇലക്ട്രോൺസ് ടു റെഡ്യൂസ് Cub ആൻഡ് ഹീമA3. അപ്പോൾ ആദ്യത്തെ 2 ഇലക്ട്രോൺ പോയി, ഇവരെ രണ്ടുപേരെയും റെഡ്യൂസ് ചെയ്തു. സോ ദാറ്റ് ഈസ് ഷോൺ ഇൻ പിങ്ക്. ഓക്കെ, എന്നിട്ട് ഓക്സിജൻ വന്നിട്ട് ഒരു പെറോക്സൈഡ് ബ്രിഡ്ജ് ഫോം ചെയ്തു. ബ്രിഡ്ജ് ഇസ് ഫോംഡ്, പെറോക്സൈഡ് ബ്രിഡ്ജ് ഇസ് ഫോംഡ്. ഓക്കെ, ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് അടുത്ത സ്ലൈഡിൽ. അഗെയിൻ 2 സൈറ്റോക്രോം സി മോളിക്യൂൾസ് കം. അത് പിങ്കി കാണിച്ചേക്കുന്നുണ്ടല്ലേ, അപ്പോൾ അത് റെഡ്യൂസ്ഡ് ഫോം. അപ്പോൾ വന്നിട്ട് വീണ്ടും ഇലക്ട്രോൺ കൊടുക്കും. സോ 2 more ഇലക്ട്രോൺസ് ആർ ആഡഡ് ആൻഡ് 2 more പ്രോട്ടോൺസ് ക്ലീവ് ദി പെറോക്സൈഡ് ബ്രിഡ്ജ്. അപ്പോൾ 2 പ്രോട്ടോൺസും കൂടെ കയറി ഈ പെറോക്സൈഡ് ബ്രിഡ്ജിനെ ബ്രേക്ക് ചെയ്തിട്ട്, പെറോക്സൈഡ് ബ്രിഡ്ജ് ഇത് ഇങ്ങനെ ആയിരിക്കുന്നത്, അതിനെ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ OH ആയിട്ട് ഫോം ചെയ്യും. അപ്പോൾ നമ്മൾ ഈ നേരത്തെ കാണിച്ചിരുന്നത് വ്യത്യാസം എന്ന് വെച്ചാൽ ഈ ഓരോ പ്രാവശ്യം സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടെ വ്യക്തത വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ലേറ്റസ്റ്റ് എഡീഷൻ ഓഫ് സ്റ്റൈലിലുള്ള ഡിസ്ക്രിപ്ഷനാണിത്. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാനായിട്ടാണ് ഈ പിക്ചർ കാണിക്കുന്നത്. അപ്പോൾ 2 more H+ വിൽ ബ്രേക്ക് ദി പെറോക്സൈഡ് ബ്രിഡ്ജ് ആൻഡ് ദിസ് ഇസ് ഫോംഡ്. ഓക്കെ, ഇനി 2 more protons are coming, and addition of 2 more protons will lead to release of water. This is happening in complex 1. അപ്പോൾ അത് ഓവറോൾ ആയിട്ട് ഇവിടെ കാണിച്ചേക്കാം. നമ്മൾ നേരത്തെ എൻലാർജ്ഡ് സ്ട്രക്ചർ ഇവിടെ ഒന്നുകൂടെ കാണിച്ചേക്കാം. 2 സൈറ്റോക്രോം സി വന്നു, ഇവരെ റെഡ്യൂസ് ചെയ്തു, അതിന് ഓക്സിജൻ വന്നു, പെറോക്സൈഡ് ബ്രിഡ്ജ് ഉണ്ടായി, 2 പ്രോട്ടോൺ വന്ന് പെറോക്സൈഡ് ബ്രിഡ്ജിനെ ബ്രേക്ക് ചെയ്തു. അപ്പോൾ 2 സൈറ്റോക്രോം സിയും കൂടെ അവിടെ കയറുകയാണ്. എന്നിട്ട് 2 പ്രോട്ടോണും കൂടെ വന്ന് അതിനെ വാട്ടർ മോളിക്യൂൾസിനെ റിലീസ് ചെയ്യാണ്. അപ്പോൾ ഈ ഓവറോൾ ഇഫ് യു ഫൈൻഡ് ദിസ് പിക്ചർ മോർ ഈസി ടു അണ്ടർസ്റ്റാൻഡ്, ഇറ്റ്സ് ബെറ്റർ യു ടേക്ക് ദിസ് പിക്ചർ. അതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ക്ലിയർ? ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് ഈ ബോക്സിൽ കൊടുത്തേക്കുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പിക്ചർ ഓരോ ഇലക്ട്രോണും എവിടെ ആഡ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് അതാണ് എളുപ്പമെങ്കിൽ നിങ്ങൾ അത് പഠിക്കുക, ഇതാണ് എളുപ്പമെങ്കിൽ ഇത് പഠിക്കുക. ഓക്കെ, അപ്പം ഹീമA3 ആ ഇലക്ട്രോണിൻ്റെ ഫ്ലോ ശ്രദ്ധിച്ചോ നിങ്ങൾ. സൈറ്റോക്രോം സി, ഇതാണ് ഇലക്ട്രോണിൻ്റെ ഫ്ലോ നമ്മൾ പറയുന്നത്. സൈറ്റോക്രോം സിയിൽ നിന്നും CuAയിലേക്ക് പോയി, അവിടുന്ന് ഹീമAയിലേക്ക് പോയി, അവിടുന്ന് ഹീമA3യിലേക്ക് പോയി, അവിടുന്ന് CuBയിലേക്ക് പോയി, ഫൈനലി ഓക്സിജനിലേക്ക് പോയി. എത്തും. ഇതാണ് ഫ്ലോ ഓഫ് ഇലക്ട്രോണിൻ്റെ പാത്വേ. ഫൈനലി ഓക്സിജനിലേക്ക് പോയി. And heme-A3-CuB is the active center where oxygen is reduced to water. This is very important point. അപ്പോൾ നമ്മുടെ CuAയും ഹീമയും ഒരു സെൻറ്ററാണ്. നമ്മൾ ആദ്യത്തെ പിക്ചറിൽ കണ്ടായിരുന്നല്ലോ, ആ ഒരു 3-dimensional സ്ട്രക്ചർ കാണിച്ചില്ലേ. heme-A3-CuB എന്ന് വെച്ചാൽ ദേ ആർ ഇൻ പ്രോക്സിമിറ്റി, അടുത്തടുത്തുള്ള മോളിക്യൂൾസ് ആണ്. അപ്പോൾ ഇവിടെയാണ് ഓക്സിജനെ റെഡ്യൂസ് ചെയ്ത് വാട്ടർ ആക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണിത് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ എക്സ്പ്ലനേഷനാണ്. നിങ്ങൾ ആ വീഡിയോ പോസ് ചെയ്തിട്ട് ഇത് വായിച്ച് നോക്കുക. ആ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് ദി ഓവറോൾ റിയാക്ഷൻ. 4 സൈറ്റോക്രോം സി, കുറച്ച് മുമ്പേ നമ്മൾ കണ്ട റിയാക്ഷൻ്റെ ഓവറോൾ റിയാക്ഷനാണ്. 4 സൈറ്റോക്രോം സി റെഡ്യൂസ്ഡ് ഫോമിൽ വരുന്നു. 4 H+ മെട്രിക്സിൽ നിന്ന് എടുക്കുന്നു, ഒരു ഓക്സിജൻ മോളിക്യൂൾ വന്നു, അതിനെ വാട്ടർ മോളിക്യൂളായിട്ട് റെഡ്യൂസ് ചെയ്തു. 4 സൈറ്റോക്രോം സി അപ്പോൾ ഓക്സിഡൈസ്ഡ് ആയിട്ട് മാറി. ഇനി ഇവിടെ 2 ടൈപ്പ് ഓഫ് പ്രോട്ടോൺസിനെ കാണിച്ചേക്കുന്നു, കെമിക്കൽ പ്രോട്ടോൺസും പമ്പ്ഡ് പ്രോട്ടോൺസും. ഓക്കെ, അതിൽ കെമിക്കൽ പ്രോട്ടോൺസ് ആണ് ഈ റിഡക്ഷൻ നടത്തുന്നത്.
ഓക്സിജനെ വാട്ടർ മോളിക്യൂൾ ആക്കുന്നത് കെമിക്കൽ പ്രോട്ടോൺസാണ്. 4 കെമിക്കൽ പ്രോട്ടോൺസാണ് ഓക്സിജനെ വാട്ടറായിട്ട് റെഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രോസസ്സ് നടക്കുമ്പോൾ 4 മോളിക്യൂൾസ് ഓഫ് സൈറ്റോക്രോം സി റെഡ്യൂസ്ഡ് വിൽ ബി ഓക്സിഡൈസ് ടു cytochrome C oxidized. Okay, when this process is happening, എന്തെല്ലാമാണ് അതിൻ്റെ സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്നത്? When 4 molecules of cytochrome C reduced is oxidized, oxygen is reduced to 2 molecules of water. അപ്പോൾ that is by 4 chemical protons. അതിനൊപ്പം തന്നെ 4 protons are pumped from matrix to intermembrane space, അല്ലെങ്കിൽ matrix to cytoplasmic side of the inner membrane. ഓക്കെ, ദിസ് പ്രോസസ് ഇസ് ഹാപ്പനിങ്. അപ്പോൾ നമുക്ക് 4 കെമിക്കൽ പ്രോട്ടോൺസും 4 പംപ്ഡ് പ്രോട്ടോൺസും ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ റിയാക്ഷൻ എഴുതിയില്ല, അത് വീണ്ടും ഇവിടെ എഴുതുകയാണ്. 8 protons come into play. അപ്പോൾ അവിടെ നോക്കിക്കേ, 4 molecules of cytochrome C reduced, 1 molecule of oxygen, 8 H+ from matrix. അത് റിയാക്ടൻ സൈഡിൽ വന്നാൽ 4 cytochrome C oxidized, കാരണം ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുക്കുകയാണല്ലോ. അപ്പോൾ ഇറ്റ് ഗെറ്റ്സ് ഓക്സിഡൈസ്. 2 molecules of water is found and 4 H+ goes to the cytoplasm. ഫലത്തിൽ 4 H+ is pumped from matrix to cytoplasmic site. ഓക്കെ, അപ്പോൾ കോംപ്ലക്സ് 1-ൽ 4 പ്രോട്ടോൺസ് പമ്പ് ചെയ്തു, കോംപ്ലക്സ് 2-ൽ ഒന്നും പമ്പ് ചെയ്യുന്നില്ല, കോംപ്ലക്സ് 3-ൽ 2 H+ പമ്പ് ചെയ്യുന്നു, കോംപ്ലക്സ് 4-ൽ 4 H+ പമ്പ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൻ്റെ വിവരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും ആക്കി നിർത്താം. നമ്മൾ കോംപ്ലക്സ് 1-ഉം 2-ഉം 3-ഉം 4-ൻ്റെ ഒക്കെ ഫംഗ്ഷൻ പഠിച്ചില്ലേ, അത് മൊത്തത്തിൽ നമ്മൾ ഒരു ഒറ്റ ഡയഗ്രാമിൽ വരയ്ക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെയാണ്. ഈ സിട്രിക് ആസിഡ് സൈക്കിൾ വഴി NADH-ഉം FADH2 ഉണ്ടാവും. സിട്രിക് ആസിഡ് സൈക്കിൾ വഴി മാത്രമല്ല NADH എന്നാൽ ഗ്ലൈക്കോളിസിസ് വഴിയും ഉണ്ടാകാറുണ്ട്. അതിൻ്റെ കഥ ഞാൻ പിന്നെ പറയാം. തൽക്കാലം സിട്രിക് ആസിഡിൻ്റെ ഫലമായിട്ട് NADH FADH2 ഉണ്ടാകുന്നു. അവിടെ നിന്നൊക്കെ ഇലക്ട്രോൺ, NADHൻ്റെ ഇലക്ട്രോൺ ആണെങ്കിൽ L ഷേപ്ഡ് ആയിട്ടുള്ള കോംപ്ലക്സ് 1 വഴി യൂബിക്വിനോണിലേക്ക് എത്തുന്നു. FADH2ൻ്റെ ഇലക്ട്രോൺ ആണെങ്കിൽ കോംപ്ലക്സ് 2 വഴി യൂബിക്വിനോണിലേക്ക് പോകുന്നു. എന്നിട്ട് കോംപ്ലക്സ് 1 പംപ്സ്, ഇവിടെ നമ്പർ ഇട്ടിട്ടില്ല, നിങ്ങൾ എഴുതുമ്പോൾ 4 H+ എഴുതണം ഇവിടെ കേട്ടോ. ഇവിടെ നമ്പർ ഇട്ടിട്ടില്ല, പക്ഷെ നിങ്ങൾ എഴുതുമ്പോൾ അത് 4 H+ എഴുതണം. അടുത്ത കോംപ്ലക്സ് 3 വഴി ഇലക്ട്രോൺ പാസ് ചെയ്യുമ്പോഴത്തേക്ക് 2 H+ പമ്പ് ചെയ്യപ്പെടും. നിങ്ങൾ 2 എന്ന് ഇവിടെ എഴുതിയിരിക്കണം കേട്ടോ. 2 H+ പമ്പ് ചെയ്യപ്പെടുന്നു. അവിടെ നിന്ന് കോംപ്ലക്സ് 4-ലേക്ക് എത്തുന്നു. കോംപ്ലക്സ് ഇവിടെ വേണമെങ്കിൽ സൈറ്റോക്രോം C എന്നും കൂടെ എവിടെയെങ്കിലും എഴുതി ചേർക്കാം, വേണമെന്നില്ല. കോംപ്ലക്സ് 4-ലേക്ക് എത്തുന്നു. അവിടെ ഓക്സിജൻ വാട്ടറായിട്ട് റെഡ്യൂസ് ചെയ്യപ്പെടുന്നു. അതേസമയം 4 പ്രോട്ടോൺ പമ്പ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇവിടെ 4, ഇവിടെ 2, ഇവിടെ 4. ആ നമ്പർ ഇവിടെ എഴുതിയിരിക്കണം കേട്ടോ. അപ്പോൾ ഓവറോൾ നടക്കുന്ന കാര്യമാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ ഓവറോളായിട്ട് നടക്കുന്ന പ്രോസസ്സാണ് ഈ ഒരൊറ്റ ഡയഗ്രാമിൽ കാണിച്ചേക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് വായിച്ചാൽ മനസ്സിലാവും. ഓക്കെ, ഇനി ഈ ഓക്സിജൻ എന്ന് പറയുന്നത് 4 ഇലക്ട്രോണും 4 പ്രോട്ടോണും എടുക്കുമ്പോഴാണ് ഓക്സിജൻ വാട്ടർ ആവുന്നത്. പക്ഷേ ഇവിടെ നോക്കിയേ, ഓക്സിജൻ 1 ഇലക്ട്രോൺ എടുക്കുവാണെങ്കിൽ അത് സൂപ്പർ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഫോം ചെയ്യും. ഇവിടെ ഈ ഒരു ഡോട്ട് കണ്ടോ, ആ ഡോട്ടും കൂടി നിങ്ങൾ ഇങ്ങനെ എഴുതണ്ട, ഇത് ഇവിടെ കുത്തിയിട്ടാൽ മതി. ഞാൻ ആ സ്ട്രയറിൽ നിന്ന് എടുത്ത പിക്ചർ ആയതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങൾ ഇവിടെ ഒരു കുത്തു ഇട്ടിട്ട്, എന്ന് വെച്ചാൽ ഒരു ഇലക്ട്രോണിനെ ഡെപിക്ട് ചെയ്യുന്ന ഒരു കുത്തും ഒരു നെഗറ്റീവ് ചാർജുമാണ് കാണിക്കുന്നത്. ദാറ്റ് ഈസ് O2 കുത്ത മൈനസ്. അതാണ് സൂപ്പർ ഓക്സൈഡിന്റെ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ 1 ഇലക്ട്രോൺ എടുത്തു കഴിഞ്ഞാൽ ഓക്സിജൻ ബിക്കംസ് സൂപ്പർ ഓക്സൈഡ് അയോൺ. 1 ഇലക്ട്രോണും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് പെറോക്സൈഡ്. മനസ്സിലായി? O2 2- ആവും. അപ്പോൾ ഈ കക്ഷികൾ രണ്ടുപേരും അപകടകാരികളാണ്. മനസ്സിലായോ? ഫ്രീ റാഡിക്കൽസ് ആണ്. ഇവർ രണ്ടുപേരും ഫ്രീ റാഡിക്കൽസ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സാധാരണ ഇത് ഫോം ചെയ്യാതെ 4 ഇലക്ട്രോണിനെ ഓക്സിജനിലേക്ക് എത്തിച്ച് വാട്ടർ സേഫ് ആയിട്ടാണ് കോംപ്ലക്സ് 4 എത്തിക്കുന്നത്. ഒരു പ്രശ്നമില്ല. അതിനാണ് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് നടക്കുന്നത്. മനസ്സിലായോ? മറ്റേ ഹീം എയും ഹീം A3യും കോപ്പർ എയും കോപ്പർ ബിയുടെ ഒക്കെ സഹായത്തോടുകൂടി ഈ ഇലക്ട്രോണിനെ വളരെ സേഫ് ആയിട്ടാണ് ഓക്സിജനിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യും. പക്ഷേ വല്ലപ്പോഴും ഒക്കെ ഈ ഹാൻഡ്ലിങ്ങിൽ നിന്ന് മിസ്സായി ഈ പറഞ്ഞ സൂപ്പർ ഓക്സൈഡ്സും പെറോക്സൈഡ് അയോൺസും ഒക്കെ ഫോം ചെയ്യാൻ സാധ്യതയുണ്ട് സെൽസിൽ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഹൈഡ്രജൻ പെറോക്സൈഡ്, സൂപ്പർ ഓക്സൈഡ് ഇതൊക്കെ ഫോം ചെയ്താൽ ഇത് നമ്മൾ OH ഡോട്ട് എന്ന് പറയുന്ന ഹൈഡ്രോക്സിൽ റാഡിക്കലാണ് ഈ OH ഡോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ കളക്റ്റീവ്ലി ഇറ്റ് ഈസ് കോൾഡ് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് അഥവാ ROS. ഈ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ആണ് നമ്മുടെ സെല്ല് നമുക്ക് ഏജിങ് വരുന്നത്. ഏജിങ് പ്രോസസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ഫ്രീ റാഡിക്കൽ. അതിനാണ് ആൾക്കാർ പറയുന്നത് നല്ല ഭക്ഷണം കഴിക്കണം, നല്ല ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഏജ്ഡ് ആവത്തില്ല, ഏജ്ഡ് ലുക്ക് വരത്തില്ല. മനസ്സിലായി? നമ്മൾ ആൻറ്റി ഓക്സിഡൻറ്റൊക്കെ ഇഷ്ടം പോലുള്ള വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്, പച്ചക്കറികൾ, പഴങ്ങളൊക്കെ നിറയെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്രീ റാഡിക്കൽസിൽ നിന്ന് രക്ഷപ്പെടാം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഏജ്ഡ് ലുക്ക് വരത്തില്ല. അതുകൂടാതെ ഏജിങ് മാത്രമല്ല,
പല ഡിസീസസ് ഇവിടെ കാണിച്ചേക്കുന്ന പല ഡിസീസസിന്റെ പിന്നിലും ഈ പറഞ്ഞ ഫ്രീ റാഡിക്കൽസ് അല്ലെങ്കിൽ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. ഞാൻ അന്നും പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഈ പറഞ്ഞ എല്ലാ ഡിസീസസിനെയും പിന്നിൽ ഫ്രീ റാഡിക്കൽസ്, അതായത് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസാണ്. അപ്പം നമ്മുടെ സെൽസിൽ നോർമലായിട്ട് ROS ജനറേറ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായി? മെറ്റബോളിക് പ്രോസസ്സ് ഇങ്ങനെ കണ്ടാൽ നടക്കുകയല്ലേ. അപ്പം അങ്ങനെ നടക്കുമ്പം റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് നോർമലി നടക്കാറുണ്ട്. അപ്പോൾ അതിനെ കൈകാര്യം ചെയ്യാൻ സെൽ ഹാസ് ഗോട്ട് സർട്ടൻ ഡിഫെൻസ് സിസ്റ്റംസ്. അതിലൊരു എൻസൈമാണ് സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസ്, വിച്ച് ക്യാൻ കൺവേർട്ട് സൂപ്പർ ഓക്സൈഡ് ടു ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ പെറോക്സൈഡ്. മനസ്സിലാവുന്നുണ്ടോ? ഈ സൂപ്പർ ഓക്സൈഡിന് ഈ ഡോട്ട് ഇവിടെ ഇടാതെ നിങ്ങൾ ഇവിടെ ഇടണം കേട്ടോ. ഈ ഡോട്ട് ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ല, ഇത് ഇലക്ട്രോൺ ആണ് ഈ കാണുന്നത്. ഇവിടെ ഒരു ഡോട്ട് ഇട്ട് ഇവിടെ മൈനസ് വിടുക. അപ്പോൾ സൂപ്പർ ഓക്സൈഡിനെ ഓക്സിജനും ഹൈഡ്രജൻ പെറോക്സൈഡും ആക്കി മാറ്റുന്നതാണ് സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസ് എന്ന് പറയുന്ന സ്കാവഞ്ചിങ് എൻസൈം. മനസ്സിലാവുന്നുണ്ടോ? ആന്റി ഓക്സിഡന്റ് എൻസൈം നമുക്ക് പറയാം. ഇനി ഈ ഹൈഡ്രജൻ പെറോക്സൈഡും ചില്ലറക്കാരനല്ല, കുഴപ്പക്കാരനാണ്. അവനെ കൈകാര്യം ചെയ്യുന്ന ആരാ? കാറ്റലൈസ് എന്ന് പറയുന്ന എൻസൈമാണ്. അപ്പോൾ കാറ്റലൈസ് എന്ത് ചെയ്യും? 2 മോളിക്യൂൾ ഹൈഡ്രജൻ പെറോക്സൈഡിനെ ഓക്സിജനും 2 മോളിക്യൂൾ വാട്ടറും ആക്കി മാറ്റുന്ന എൻസൈമാണ് കാറ്റലൈസ്. അപ്പോൾ ഇവരെല്ലാം നമ്മുടെ സ്കാവഞ്ചർ എൻസൈംസിനോ ആന്റി ഓക്സിഡന്റ് എൻസൈംസിനോ ഒക്കെ പറയാം. ഇതുകൂടാതെ ഗ്ലൂട്ടാത്തയോൺ പെറോക്സിഡേസ്, നിങ്ങൾ ഗ്ലൂട്ടാത്തയോൺ റിഡക്ടേസ് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? പണ്ട് നമ്മൾ എവിടെ പഠിച്ച ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഡീഹൈഡ്രജനേസിന്റെ അവിടെ പഠിച്ചില്ലേ? ഗ്ലൂട്ടാത്തയോൺ റിഡക്ടേസ്, ഗ്ലൂട്ടാത്തയോൺ പെറോക്സിഡേസ് ഒക്കെ ഉള്ളത്. NADPHന് ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടോ? ആ വീഡിയോ ശ്രദ്ധിച്ചാൽ മതി, ഇപ്പം കഥ പറഞ്ഞാൽ പോകുന്നില്ല. അപ്പോൾ ഗ്ലൂട്ടാത്തയോൺ പെറോക്സിഡേസ് ഇസ് ഓൾസോ അനദർ സ്കാവഞ്ചർ എൻസൈം വിച്ച് ക്യാൻ സ്കാവഞ്ച് H2O2. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് കൂടാതെ ചില വൈറ്റമിൻസിനും ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉണ്ട്. വൈറ്റമിൻ ഇ, വൈറ്റമിൻ സി, അതിനാണ് ഈ സിട്രസ് ഫ്രൂട്ട്സ് ഒക്കെ നിറയെ കഴിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് സ്ഥിരമായിട്ട് നാരങ്ങ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് ബോഡിക്ക്. നാരങ്ങ വെള്ളം കുറവ് പഞ്ചസാര ഇട്ടിട്ട് വലിയ കാര്യമില്ല. അപ്പോൾ ലൈറ്റായിട്ട് നമ്മൾ നാരങ്ങ പിഴിഞ്ഞ് വെള്ളത്തിൽ, നിങ്ങൾ കോളേജിൽ കൊണ്ടുവരുന്ന കുപ്പി വെള്ളമില്ലേ, അതിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് കൊണ്ടുവന്നാൽ അപ്പോൾ പുളി അറിയത്തുമില്ല, എന്നാൽ വൈറ്റമിൻ സി നമ്മുടെ ബോഡിയിൽ ചെല്ലുകയും ചെയ്യും. അതുപോലെ വൈറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അപ്പോൾ ഇയും സിയും ഒക്കെ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉള്ള വൈറ്റമിൻസ് ആണ്. ഇതെല്ലാം ഈ വൈറ്റമിൻ ഇ ആണെങ്കിൽ മെംബ്രെയിൻസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പ്രോപ്പർട്ടി ഉള്ള സാധനം കൂടാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള വേറെ സോഴ്സാണ് നമ്മുടെ പേര ഇലയില്ലേ. പേരയ്ക്ക വളരെ നല്ല സോഴ്സാണ്. പേരയുടെ ഇല, ആ ഇല തളിരില എടുത്തു കഴിഞ്ഞാൽ നിങ്ങളത് തിളപ്പിച്ചിട്ട് സ്ഥിരമായിട്ട് കുടിക്കുന്നത് വളരെ നല്ലതാണ് ബോഡിക്ക്. മനസ്സിലായിട്ടുണ്ടോ? അതേപോലെ അത് ആ വെള്ളം വെച്ച് തല തേച്ച് കഴുകാനും നല്ലതാണ്. ഇതെല്ലാം ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ ഗുണം വരുന്നത്. അണ്ടർസ്റ്റാൻഡ്? ഇനി അതുകൂടാതെ എക്സസൈസിനും ഈ ഒരു സഹായമുണ്ട്. എക്സസൈസ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇറ്റ് വിൽ ഇൻക്രീസ് ദ എമൗണ്ട് ഓഫ് ദി എൻസൈം സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസ്. മനസ്സിലായല്ലോ? അപ്പം എയറോബിക് മെറ്റബോളിസം എക്സസൈസ് സമയത്ത് കൂടാറുണ്ട്. കൂടുമ്പോൾ ROSും ജനറേറ്റ് ചെയ്യും. എയറോബിക് മെറ്റബോളിസം കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ROS ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ റെസ്പോൺസ് ആയിട്ടാണ് സെൽ എന്ത് ചെയ്യും? പ്രൊട്ടക്റ്റീവ് എൻസൈംസിനെയും സിന്തസൈസ് ചെയ്യുക അതിനോടൊപ്പം തന്നെ. അപ്പം നമ്മൾ ആ എക്സസൈസ് ഒക്കെ ചെയ്ത് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പ്രൊട്ടക്റ്റീവ് എൻസൈം എന്ത് ചെയ്യും? ആ സെൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് ഇത്രയും പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. അപ്പോൾ ഇത് പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് തീർന്നു. പക്ഷേ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ച് സമയം എടുക്കുന്ന ഒരു ടോപ്പിക്കാണിത്. ലൈവ് ക്ലാസ് കേട്ടിട്ടുള്ള ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ലൈവ് ക്ലാസ് കേൾക്കാത്തവർക്ക് കുറച്ച് പ്രയാസം കാണും. അത് നിങ്ങൾ ഇനി മുതൽ ലൈവ് ക്ലാസ് വെക്കുമ്പോൾ അറ്റൻഡ് ചെയ്യുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നിങ്ങൾ ടെസ്റ്റ് പേപ്പർ എഴുതാൻ വേണ്ടി എല്ലാവരും ലൈവ് ക്ലാസ് വന്നു. അപ്പം ഇനിയിപ്പം Gmeet ആണെങ്കിൽ 1 മണിക്കൂറിൽ തരികയില്ല. അപ്പം നമുക്ക് സുഖമായിട്ട് ലൈവ് ക്ലാസ്സസ് ഇനി എടുക്കേണ്ടി വരും. ചിലപ്പോൾ എടുക്കേണ്ടി വന്നെന്ന് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം വെച്ചാൽ അത് അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് വീഡിയോ കേൾക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഇത്രയും മനസ്സിലാക്കി നോട്ടും പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഓക്കെ.